കവിത എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള നിർവചനങ്ങൾ അതിനുണ്ടാകാറുണ്ട്. കവിഞ്ഞൊഴുകുന്നതാണ് കവിതയെന്ന് കേട്ടിട്ടുണ്ട്. ഉള്ളതിനേക്കാൾ കൊള്ളുന്നതാണ് കവിത. അങ്ങനെ പല രീതിയിൽ കവിതയെ വായിക്കുന്നു, നിർവചിക്കുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. വില്യം വേഡ്സ്വർത്ത് പറഞ്ഞിട്ടുള്ളത് അനർഘനിർഗ്ഗളമായ വാക്കുകളുടെ ഒഴുക്കാണ് കവിത എന്നുള്ളതാണ്. പതിറ്റാണ്ടുകളായി മലയാളി വായിച്ചുകൊണ്ടിരിക്കുന്ന, മലയാളത്തിനപ്പുറം തമിഴിലും ഇന്ത്യയിലെ വിവിധ ഭാഷകളിലും ഇംഗ്ലീഷിലും അറബിയിലുമടക്കം കവിതകൾ വിവർത്തനം ചെയ്യപ്പെട്ട അധ്യാപകനായ ബാല്യസാഹിത്യകാരനായ കവിയായ വീരാൻകുട്ടി മാഷ് നമ്മുടെ മുമ്പിലിരിക്കുകയാണ്. നിരവധി തവണ നിരന്തരമായി ഇത്തരത്തിലുള്ള സർഗോത്സവങ്ങളിൽ, സാഹിത്യ പരിപാടികളിൽ പങ്കെടുക്കുന്ന, കവിതയെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്ന, കവിതയുടെ ആവിഷ്കാരത്തെ വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന, കവിതയുടെ രാഷ്ട്രീയം പറയുന്ന ഒരാൾ. എഴുത്തിനും കഴുത്തിനുമിടയിലെ കാവ്യജീവിതം എന്നുള്ളതാണ് ഈ ഒരു ചർച്ചയുടെ, ഈ ഒരു പരിപാടിയുടെ ടൈറ്റിൽ. ആ അർത്ഥത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കാവ്യജീവിതം ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ പരിസരങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ അനുഭവങ്ങൾ, കവിതകൾ വായിച്ച്, കവിതകൾ ചൊല്ലി, അതിൻ്റെ തലങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മാഷ് നമ്മോട് സംസാരിക്കും. ആദ്യമായി മാഷിൻ്റെ ഈ അടുത്ത് ഏറെ ഇഷ്ടപ്പെട്ട, മാഷ് ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ട് മാത്രം ആളുകൾ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട, മലയാള കാവ്യലോകത്ത് വലിയ രീതിയിൽ ആളുകൾ ആഘോഷിച്ച പരീക്ഷ എന്ന് പറയുന്ന ഒരു കവിത വായിച്ചുകൊണ്ട് ഞാൻ മാഷിൻ്റെ ഈ ഒരു ചർച്ചയിലേക്ക് ഇടപെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. മഴയത്ത് ഒരില ചൂടി നടന്നു പോകുന്നു രണ്ടു പേർ, അവരിൽ ആർക്കാണ് കൂടുതൽ സ്നേഹമെന്ന് എങ്ങനെ അറിയാനാകും? മഴയത്ത് ഒരില ചൂടി നടന്നു പോകുന്നു രണ്ടു പേർ, അവരിൽ ആർക്കാണ് കൂടുതൽ സ്നേഹമെന്ന് എങ്ങനെ അറിയാനാകും? കൂടുതൽ നനഞ്ഞതാരെന്ന് നോക്കിയാൽ മതി, കൂടുതൽ നനഞ്ഞതാരെന്ന് നോക്കിയാൽ മതി. രണ്ടുപേർ ഇഷ്ടത്തോടെ ഒരപ്പം പങ്കിട്ടു കഴിക്കുന്നു, അവരിൽ ആർക്കാണ് കൂടുതൽ പ്രേമമെന്ന് എങ്ങനെ അറിയും? രണ്ടുപേർ ഇഷ്ടത്തോടെ ഒരപ്പം പങ്കിട്ടു കഴിക്കുന്നു, അവരിൽ ആർക്കാണ് കൂടുതൽ പ്രേമമെന്ന് എങ്ങനെ അറിയും? അപ്പത്തിൻ ചെറുപാതിക്കായി തിടുക്കപ്പെടുന്ന വിരലുകൾ ആരുടേതെന്ന് നോക്കിയാൽ മതി, അപ്പത്തിൻ ചെറുപാതിക്കായി തിടുക്കപ്പെടുന്ന വിരലുകൾ ആരുടേതെന്ന് നോക്കിയാൽ മതി. തങ്ങളിലെ സ്നേഹത്തെ പ്രതി തർക്കിക്കുന്നു രണ്ടുപേർ, അതിൽ ഏറ്റവും പ്രണയം ആർക്കെന്ന് അറിയാൻ എന്തു വഴി? തങ്ങളിലെ സ്നേഹത്തെ പ്രതി തർക്കിക്കുന്നു രണ്ടുപേർ, അതിൽ ഏറ്റവും പ്രണയം ആർക്കെന്നു അറിയാൻ എന്തു വഴി? അവരിൽ തോൽക്കുന്നതാരെന്നറിയാൻ കാത്തിരുന്നാൽ മതി, അവരിൽ തോൽക്കുന്നതാരെന്നു കാത്തിരുന്നാൽ മതി. ഇങ്ങനെയുള്ള ഗംഭീരമായ കവിതകൾ ഈ അടുത്ത കാലത്ത് തന്നെ മാഷ് എഴുതിയിട്ടുള്ള കവിതകൾ, മാഷിൻ്റെ തൊട്ട് നടക്കുമ്പോൾ എന്ന് പറയുന്ന പുസ്തകമാണ് പല കവികളും അല്ലെങ്കിൽ പല കവിതാ സ്നേഹികളും എല്ലാം വായിച്ചു തുടങ്ങിയിട്ടുള്ളത്. മിണ്ടാപ്രാണിയിലും ഓട്ടോഗ്രാഫിലും അടക്കം നമ്മൾ മാഷെ ഒരുപാട് വായിച്ചു. ഇനി 2 പുസ്തകങ്ങൾ മാഷിൻ്റെ കവിതാ സമാഹാരങ്ങളിൽ ഇറങ്ങാനിരിക്കുകയാണ്. നമ്മളതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. DC ബുക്സിലും മാതൃഭൂമി ബുക്സിലുമായി 2 പുസ്തകങ്ങൾ മാഷിൻ്റെതായി ഇനി വരാനിരിക്കുകയാണ്. എങ്ങനെയാണ് മാഷ് കവിതയുടെ വഴിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്? മലയാളം കോളേജ് അധ്യാപകനായി വിരമിച്ച മാഷിൻ്റെ കവിതാ പരിസരം തുടങ്ങുന്നത് വായനയിലെ സ്വാധീനം, എഴുത്തിനും കഴുത്തിനുമിടയിലെ കാവ്യജീവിതം എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെയൊക്കെയാണ് മാഷ് നോക്കിക്കാണുന്നത്? ഇതിനെക്കുറിച്ചൊക്കെ മാഷ് സംസാരിക്കും, കവിതകൾ ചൊല്ലും. പ്രിയപ്പെട്ട മിഗ്ദാദ്, മഅദിൻ അക്കാഡമിയിൽ 2 ദിവസത്തെ കോൺഫറൻസിന് എത്തിച്ചേർന്നിട്ടുള്ള മതവും സാഹിത്യവും ഭാഷയും എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വളരെ സന്തോഷമുള്ളൊരു സന്ദർഭമാണിത്. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭക്ഷണം കഴിഞ്ഞാൽ ചെറിയൊരു ഉറക്കിൻ്റെ ഒരു മാനസികാവസ്ഥയൊക്കെ വരാം. അത് വരാതിരിക്കാൻ ഞാൻ ചിലപ്പോൾ ചില ഗുളികയൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഇട്ട് തന്നോളാം. അപ്പോൾ ഉറക്കമൊക്കെ അങ്ങ് പോവും. ആദ്യം ചെയ്യേണ്ടത്
മസിൽ പിടുത്തൊക്കെ ഒന്ന് അയച്ച് കവിതയൊക്കെ കേൾക്കാൻ പറ്റുന്നൊരു മനസ്സുമായിട്ടിരിക്കുക. കവിത എന്ന് പറയുന്നത് ഭാഷയിലെ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ആവിഷ്കാര രൂപമാണ്. കവിത ഏറ്റവും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആവിഷ്കാര രൂപമാണ്. എഴുതുന്ന കവിക്കും ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റും, വായിക്കുന്ന നിങ്ങൾക്കും ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റും. അപ്പോൾ സ്വാതന്ത്ര്യപ്പെടാനുള്ള ഒരു ഭാരക്കുറവ് നിങ്ങൾ ഇപ്പം ഇരിക്കുമ്പോൾ സ്വയം ആർജിക്കണം. മനസ്സിലായോ? സ്വാതന്ത്ര്യപ്പെടാനുള്ള ഭാരക്കുറവ്, ആ ഭാരക്കുറവോടെ ഇരിക്കുക. ആരും ഭാരവാഹികളായിട്ട് ഇരിക്കരുത്. നിങ്ങൾ അതാത് കോളേജുകളിലൊക്കെ വലിയ ഭാരവാഹികളായിരിക്കും, പക്ഷേ ഇവിടെ ആരും, ഞാനും നിങ്ങളും വളരെ ലളിതരായ മനുഷ്യരായിട്ടിരിക്കുക, പച്ച മനുഷ്യരായിട്ട്. മിഗ്ദാദ് എന്നോട് പറഞ്ഞ ഉള്ളടക്കം വെച്ചുകൊണ്ട് ഞാൻ സംസാരിക്കാം. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് അവൻ്റെ ജീവിതത്തെ അതിജീവിക്കാനുള്ള മാർഗങ്ങളും വഴികളും. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറെക്കുറെ കവിതയാണ്. കവിതയാണെന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ ആത്മാവിനെ സംസാരിപ്പിക്കണമെങ്കിൽ, എൻ്റെ ആത്മാവിനെ ആവിഷ്കരിക്കണമെങ്കിൽ അതിനൊരു ഭാഷ വേണം. എല്ലാ മനുഷ്യർക്കും ആ ഒരു ഭാഷ വേണം. ഭാഷ കൊണ്ടുള്ള ഉപയോഗം അതുതന്നെയാണ്. അവനവൻ്റെ ആത്മാവിനെ സംസാരിപ്പിക്കുക, അതിനാണ് ഭാഷ. എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രായം തൊട്ട് തന്നെ ഞാൻ കണ്ടെത്തിയ ഒരു എന്താണ് സാധ്യത എന്ന് പറയുന്നത് കവിതയാണ്. ക്ലാസ് മുറിയിലൊക്കെ കവിത പഠിപ്പിക്കുമ്പോൾ, കുമാരനാശാൻ്റെയൊക്കെ കവിത പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് അവർ സ്വാതന്ത്ര്യം, സ്നേഹം, അതുപോലെയുള്ള മനുഷ്യാവസ്ഥകളെ ഈ ഭാഷയുടെ സൗന്ദര്യം മുഴുവൻ ഉപയോഗിച്ച്, അതിൻ്റെ സത്തയെ ഉപയോഗിച്ച് പണിത് വെച്ചിരിക്കുന്നത് എന്ന് അത്ഭുതപ്പെട്ടിരുന്ന ക്ലാസ് മുറി നേരങ്ങൾ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പാഠപുസ്തകങ്ങളിൽ നിന്ന് മറ്റ് പുസ്തകങ്ങളിലേക്ക് നീങ്ങി കവിത വായന അങ്ങനെ പോകുന്നു. ഒപ്പം തന്നെ അതുപോലെ എഴുതാനുള്ള ഒരു ചോദന, ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു തള്ളൽ ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ എഴുതി തുടങ്ങി. ആദ്യകാലത്തൊന്നും എഴുതിയതിൽ എനിക്ക് തൃപ്തി വന്നില്ല. ഞാൻ ഈ എഴുതുന്ന കവിതയിൽ തൃപ്തി വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ എഴുതിയൊരു കവിത എനിക്ക് ഓർമ്മ വരും. അതൊന്നും പറയാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ കണ്ട ഏറ്റവും വലിയ കവികൾ എൻ്റെ മുനിസിപ്പാലിറ്റിയിലെ രാവിലെ എല്ലാ തെരുവും അടിച്ചു വാരുന്ന സ്ത്രീകളാണ്. ഒരു 6:30-7 മണിക്ക് നമ്മൾ വടകര മുനിസിപ്പാലിറ്റി ചെന്നാൽ എല്ലാ റോഡും വൃത്തിയായിട്ടുണ്ടാവും. മലപ്പുറത്തും അതിനല്ലേ സ്ഥിതി. രാവിലെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ചൂലിൻ്റെ പാട് കവിതയുടെ വരികളായിട്ട് കിടക്കുന്നുണ്ടാവും. ആരെഴുതിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലായോ? അപ്പം അതിനെക്കുറിച്ച് എഴുതിയൊരു കവിതയാണ്. കവിതയുടെ പേര് മായ്ച്ചെഴുത്ത് എന്നാണ്. ഇതാണ് മായ്ച്ചെഴുത്ത്. മായ്ക്കുക, എഴുതുക, മായ്ക്കുക, എഴുതുക. എപ്പോഴാണ് ഈ മായ്ച്ചുകൊണ്ടിരിക്കുക? തൃപ്തി വരാതിരിക്കുമ്പോഴാണ്, അല്ലേ? തൃപ്തി വരാതിരിക്കുമ്പോഴാണ് മായ്ച്ചെഴുതുക. ആ കവിത ഞാനൊന്ന് പറയാം. മായ്ച്ചെഴുത്ത്. ലോകത്തെങ്ങുമുള്ള നഗരത്തെരുവുകളെ എന്നും കാലത്ത് തൂത്തുവാരി വെടിപ്പാക്കുന്നവർ ചൂലുകൊണ്ടെഴുതുന്ന കവിത പോലെ ഒന്ന് വായിച്ചിട്ടില്ല ഇന്നേ വരെ. ലോകത്തെങ്ങുമുള്ള നഗരത്തെരുവുകളെ എന്നും കാലത്ത് തൂത്തുവാരി വെടിപ്പാക്കുന്നവർ ചൂലുകൊണ്ടെഴുതുന്ന കവിത പോലെ ഒന്ന് വായിച്ചിട്ടില്ല ഇന്നേ വരെ. ഞാൻ വായിച്ച ഏറ്റവും നല്ല കവിത അതാണ്. ആ വരികളുടെ പൂർണ്ണതയിൽ തൃപ്തി വന്നിട്ടില്ല അവർക്കിന്നോളം. ആ വരികളുടെ പൂർണ്ണതയിൽ തൃപ്തി വന്നിട്ടില്ല അവർക്കിന്നോളം. ഇതായി അവർ എഴുതിക്കൊണ്ടിരിക്കുന്നവർ. അതിനാൽ എന്നും കാലത്ത് അവരത് മായ്ച്ചെഴുതുന്നത് തുടരുന്നു. അതിനാൽ എന്നും കാലത്ത് അവരത് മായ്ച്ച് എഴുതുന്നത് തുടരുന്നു. മനസ്സിലായോ? എനിക്കത് വലിയ കവിതയാണ്, പക്ഷേ അവർക്ക് വലിയ കവിതയല്ല അത്. അവർക്കതിൻ്റെ വരികളിൽ പൂർണ്ണത തോന്നുന്നില്ല, വിശ്വാസം വരുന്നില്ല. അതുകൊണ്ട് അത് മായ്ച്ചിട്ട് വേറെ എഴുതും. അടുത്ത ദിവസം വന്നിട്ട് അത് മായ്ച്ചിട്ട് വേറെ എഴുതും.
എപ്പോഴവസാനിക്കും ഇത്? ഈ മായ്ച്ചെഴുത്ത് എപ്പോൾ അവസാനിക്കും? നമ്മൾ തെരുവുകളിലേക്ക് മാലിന്യം വലിച്ചെറിയാത്ത കാലം വരെ, അല്ലേ? വലിച്ചെറിയുന്ന കാലം വരെ ഈ എഴുത്ത് തുടരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് തൃപ്തി വന്നിരുന്നില്ല എൻ്റെ കവിതയിൽ. അതുകൊണ്ട് ഞാനിങ്ങനെ മായ്ച്ചെഴുതിക്കൊണ്ടേയിരുന്നു കുറേ കാലം. ഒരു 10, 15, 20 കൊല്ലം ആരെയും കാണിക്കാതെ ഞാൻ എൻ്റെ കവിത മായ്ച്ചിങ്ങനെ എഴുതിക്കൊണ്ടേയിരുന്നു. ആ വരികളുടെ പൂർണ്ണതയിൽ തൃപ്തി വരാതെ ഒരു 35 വയസ്സൊക്കെ ആയതിനു ശേഷമാണ് കവിതയിലേക്ക്, ഇന്ന് ഞാൻ എഴുതുന്ന മട്ടിലുള്ള കവിതയിലേക്ക് പതുക്കെ ഞാൻ പ്രവേശിക്കുന്നത്. 35 വയസ്സെന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ 35 വയസ്സുള്ള ആരും കൊണ്ടോ? ഇല്ലല്ലോ. അപ്പം നിങ്ങൾക്കൊന്നും കവിത എഴുതാനുള്ള സമയമായിട്ടില്ല എന്നർത്ഥം. പേടിക്കണ്ട. കുമാരനാശാൻ 37ാമത്തെ വയസ്സിലെങ്ങാനും ആദ്യത്തെ കവിത. അദ്ദേഹം 24 മരിച്ചു. 1906 മറ്റോ ആണ്, 1906 മറ്റോ ആണ് വീണപൂ വരുന്നത്, അല്ലേ? 6 9 ആണ് വീണപൂ വരുന്നത്. എന്നുവെച്ചാൽ 49ാമത്തെ വയസ്സിലും അദ്ദേഹം മരിച്ചു. ഒരു 35 വയസ്സിന് ശേഷമാണ് അദ്ദേഹം ഏറെക്കുറെ നല്ല കവിതകളൊക്കെ എഴുതി തുടങ്ങിയത്. ബഷീർ എഴുതി തുടങ്ങിയതും അങ്ങനെ തന്നെയാണ്, വളരെ വൈകിട്ടാണ്. അവിടെ നിങ്ങൾ, അല്ലേ? ടി ഡി രാമകൃഷ്ണനെ പോലെ പുതിയ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. സരമാഗോ 52ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ നോവൽ എഴുതുന്നത്, ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന നോവൽ. അത്രയൊന്നും കാത്തിരിക്കണ്ട കേട്ടോ, അതിനു മുമ്പ് തുടങ്ങിക്കോ. 52 വയസ്സ് വരെ ഒന്നും കാത്തിരിക്കണ്ട. അപ്പോൾ പക്ഷെ അതിന് ഒരു കാരണം ഉണ്ടായിരുന്നു. എനിക്ക് ഈ മരണഭീതിയാണ് എനിക്ക് തോന്നുന്നു, ഒരു തോന്നലാണ് കവിത രണ്ടാമതും എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചൊരു കാരണം. ഞാൻ 2-3 തവണ മരണത്തെ വളരെ അടുത്ത് അഭിമുഖീകരിച്ചിരുന്നു. അത് ഞാൻ മാതൃഭൂമിയിലെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്, ഇവിടെ ആവർത്തിക്കുന്നില്ല. 2 വട്ടം ഞാൻ വെള്ളത്തിൽ ചാടുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനല്ല, വെള്ളം കാണുമ്പോൾ ഒരു സുഖം, എടുത്ത് ചാടും. അത് തന്നെ, നീന്തറിയില്ല. ഒരിക്കൽ ചാലിയാറിലാണ് ചാടിയത്, ഒരിക്കൽ എൻ്റെ വീടിനടുത്തുള്ള പള്ളിക്കുളത്തിലാണ് ചാടിയത്. 2 എന്നെ രക്ഷിക്കാൻ ആളുകളുണ്ടായിരുന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ്, അല്ലെങ്കിൽ പടച്ചവൻ സഹായിച്ചുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു മരണം അടുത്തുണ്ടെന്നൊരു തോന്നലിൽ നിന്നായിരിക്കണം ഞാൻ എന്തെങ്കിലും ഒരു അടയാളം ഇട്ട് പോകണം. അങ്ങനെയല്ലേ കോവിഡിന് ശേഷമൊക്കെ നമ്മൾ എഴുത്തുകാർ കൂടാൻ കാരണം എന്താ? എപ്പോഴാണ് മരിക്കാമെന്നറിയില്ല. അതുകൊണ്ടുള്ള സമയം കൊണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചോ, ചിത്രം വരച്ചോ, നല്ല വർത്തമാനം പറഞ്ഞോ ഒരു അടയാളം ഇടുക എന്ന് പറയുന്നത്. പിന്നെ അക്കാലത്തെ സാമൂഹ്യ അവസ്ഥ എഴുതിക്കുന്ന തരത്തിൽ വളരെ ഖയോസ്, പലതരത്തിലുള്ള ക്രമരാഹിത്യവും പലതരത്തിലുള്ള അരക്ഷിതാവസ്ഥയൊക്കെ നിറഞ്ഞൊരു സാമൂഹ്യ അന്തരീക്ഷവുമായിരുന്നു. നമുക്ക് ആരും എഴുതിപ്പോവും. കേരളത്തിലെ പരിസ്ഥിതി സമരങ്ങളൊക്കെ നടക്കുന്നു, പലതരത്തിലുള്ള. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എഴുതാനുള്ളൊരു പ്രചോദനം അങ്ങനെയുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കണം എഴുതുന്നത്. പക്ഷേ ഞാൻ എഴുതിയ ആദ്യത്തെ പുസ്തകം ജലഭൂപടം 2001 വന്നത്, 2000 അത് വരുന്നത്. അതിനുശേഷം 4 വർഷം കഴിഞ്ഞ് മാന്ത്രികൻ വന്നു. മാന്ത്രികൻ വരുമ്പോഴേക്കും അതിൻ്റെ ഭാഷയൊക്കെ മാറി. ജലഭൂപടത്തിലെ ഭാഷയല്ല മാന്ത്രികനിലെ. മാന്ത്രികൻ കഴിഞ്ഞു 2007 ഓട്ടോഗ്രാഫ് എന്ന് വന്നു. അത് കുറച്ചുകൂടി വ്യത്യാസം വന്നു ഭാഷയിൽ നിന്നാണ് എൻ്റെ വിശ്വാസം, അല്ലേ? അല്ലല്ല, വലിയ പുസ്തകമായിട്ട് തന്നെ DC ബുക്സ് ഇറക്കിയിട്ടുണ്ട്, ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞിട്ട്, 2007. അല്ല, വലിയ പുസ്തകം തന്നെ. അതിലുള്ള കുറച്ച് കവിത ഈ തൊട്ടൊക്കെ അതിലുണ്ട്. അവിടെയാണ് ഈ പ്രണയ കവിതകളൊക്കെ ധാരാളമായിട്ട് നേരത്തെ ഉണ്ട് എങ്കിലും കൂടുതലായിട്ട് ഞാൻ എഴുതുന്നത്. പിന്നെ അങ്ങനെ സമാഹാരങ്ങൾ, പിന്നെയും 3-4 സമാഹാരങ്ങൾ വന്നു, ഇനിയും വരുന്നു. അങ്ങനെ ഒരു കാവ്യയാത്ര 25 വർഷമായി. ഞാൻ പുതിയ മട്ടിൽ എൻ്റെ വയസ്സ് നിങ്ങൾ മനസ്സിലാക്കി കളഞ്ഞു, അല്ലേ? നിങ്ങൾ മനസ്സിലാക്കരുത് ഞാൻ ഒളിപ്പിച്ചു വെച്ചായിരുന്നു ഞാനത്. 2000 ആദ്യത്തെ സമാഹാരം വന്നു. ഇപ്പോൾ 25 വർഷമായി. 35 വയസ്സിലാണ് എഴുതി തുടങ്ങിയെന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി, അല്ലേ? അത്രയൊന്നും വയസ്സ് എനിക്കില്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കുന്ന അത്ര വയസ്സൊന്നും എനിക്കില്ല. അപ്പം ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. അഴകിനെ എങ്ങനെ നിർവചിക്കും? ഞാൻ ഇന്ന് ചൊല്ലുന്ന കവിതകളൊക്കെ എവിടെയും പ്രസിദ്ധീകരിക്കാത്ത പുതിയ കവിതകളാണ് കേട്ടോ, എവിടെയും പ്രസിദ്ധീകരിക്കാത്ത പുതിയ കവിതകളാണ് ചൊല്ലുക. ഒരു കവിത ഞാൻ ആദ്യം നിങ്ങളോട് ചൊല്ലിത്തരാം. നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി നിങ്ങൾ പറയണം. അഴകിനെ, അഴക് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി, സൗന്ദര്യം. അഴകിനെ എങ്ങനെ നിർവചിക്കും? ആദ്യത്തെ വരി അതാണ്. അഴകിനെ എങ്ങനെ നിർവചിക്കും? നിങ്ങളെങ്ങനെയാണ് അഴകിനെ നിർവചിക്കുക? ഞാൻ നിർവചിക്കട്ടെ.
ആയുധമേന്തിയ കൈകളേക്കാൾ അഴകുണ്ട് ഹസ്തദാനത്തിനായി നീളുന്ന കൈകൾക്ക്. ആയുധമേന്തിയ കൈകളേക്കാൾ അഴകുണ്ട് ഹസ്തദാനത്തിനായി നീളുന്ന കൈകൾക്ക്. എന്താ എന്നെ ഇങ്ങനെ നോക്കി പഠിപ്പിക്കുന്നത്? മുന്നിലിരിക്കുന്ന ആള് പിടികിട്ടിയോ? കവിത പിടികിട്ടിയോ? ഉണ്ടോ? അഴകുണ്ടോ? കൈകളെക്കുറിച്ച് വേറൊരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട്, അതും ഈ സമാഹാരത്തിലുണ്ട്. എന്താണെന്നറിയോ? ഞാൻ ഉറപ്പായും പറയുന്നു ആശ്ലേഷിക്കാനല്ലോ ദൈവം കൈകളെ സ്വതന്ത്രമാക്കിയത്. ഞാൻ ഉറപ്പായും പറയുന്നു ആശ്ലേഷിക്കാനല്ലോ ദൈവം കൈകളെ സ്വതന്ത്രമാക്കിയത്. പോയില്ലേ? എല്ലാം പൊളിഞ്ഞു പോയില്ലേ? ബിരിയാണി തിന്നാനാന്നൊക്കെ നമ്മൾ വിചാരിച്ചത്. കൈ സ്വതന്ത്രമായപ്പോൾ കിട്ടിയ ഒരു ഗുരുവന്ത ആഹാരം കഴിക്കുക സുഖമായിട്ട്, അല്ലേ? പക്ഷെ അതിനല്ല. ഞാൻ പറയുന്നു എന്തിനു വേണ്ടിയിട്ടാ? കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാ. മനസ്സിലായോ? ഇനി ഒരു കവിത കൂടി പുതിയത് പറയാം. ഇത് ഞാൻ കോളേജിലെ പരീക്ഷാ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു രംഗത്ത് അതുപോലെ പകർത്തി വെച്ചതാണ്. പക്ഷേ ഈ കവിതയിൽ ഇത് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപരിചിത എന്നാണ് കവിതയുടെ പേര്. അപരിചിത. കണക്കു പരീക്ഷയ്ക്ക്, ഏതാ പരീക്ഷ? കണക്കു പരീക്ഷയ്ക്ക് വൃത്തം വരയ്ക്കാൻ കോമ്പസ് ഇല്ലാതെ കുഴങ്ങിയ എനിക്ക് മുന്നിൽ. കണക്കു പരീക്ഷയ്ക്ക് വൃത്തം വരയ്ക്കാൻ കോമ്പസ് ഇല്ലാതെ കുഴങ്ങിയ എനിക്ക് മുന്നിൽ കുപ്പിവള ഊരി വെച്ച് എഴുന്നേറ്റ് പോയ ആ നീ ആരായിരുന്നു? കണക്കു പരീക്ഷയ്ക്ക് വൃത്തം വരയ്ക്കാൻ കോമ്പസ് ഇല്ലാതെ കുഴങ്ങിയ എനിക്ക് മുന്നിൽ കുപ്പിവള ഊരി വെച്ച് എഴുന്നേറ്റ് പോയ ആ നീ ആരായിരുന്നു? ഇത് ഞാൻ കണ്ട ദൃശ്യമാണ് കേട്ടോ. ഞാൻ അതിലൊന്നും എഴുതി കൂട്ടിച്ചേർത്തിട്ടില്ല. കണ്ട ദൃശ്യം അതുപോലെ എഴുതിയതാണ്. എന്തുകൊണ്ട് പ്രണയത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ എഴുതുന്നു എന്ന് ചോദിച്ചാൽ, ഞാനും അതിനൊരു കാരണം തിരയുന്ന ഒരാളാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്നേഹത്തെക്കുറിച്ച് എഴുതുന്നത്? അതിന് കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, നമ്മൾ കാണുന്ന ലോകം, നമ്മൾ ജീവിക്കുന്ന ലോകം പ്രണയനിരാസത്തിൻ്റെ, സ്നേഹനിരാസത്തിൻ്റെ ഒരു ലോകമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. വൈരാഗ്യവും വിദ്വേഷവും ശത്രുതയും ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളായിട്ട് പ്രസ്ഥാനങ്ങൾ മാറുന്നു. ഒരാൾക്ക് വേറൊരാളെ കണ്ടുകൂടാ, ഒരു ജാതിക്ക് വേറൊരു ജാതിയെ കണ്ടുകൂടാ, ഒരു രാഷ്ട്രത്തിന് വേറൊരു രാഷ്ട്രത്തെ കണ്ടുകൂടാ. ഇങ്ങനെ വിഭജനത്തിൻ്റെതായിട്ടും ശത്രുതയായിട്ടും ഒരു ലോകം പുറത്തിങ്ങനെ നിൽക്കുമ്പോൾ, മനുഷ്യനും തമ്മിലുള്ള അകലം വർദ്ധിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്, മനുഷ്യൻ്റെ കൈകൾ സ്വതന്ത്രമാക്കിയത് എന്തിനാ? ദൈവം കെട്ടിപ്പിടിക്കാനാണ് എന്ന് എനിക്ക് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. കാരണം ഈ കൈ മറ്റു പലതിനും ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഹസ്തദാനത്തിനായിട്ട് നീട്ടുന്ന കൈക്കാണ് ആയുധമേന്തിയ കൈയേക്കാൾ സൗന്ദര്യം എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ കാണുന്ന കൈകളിലെല്ലാം എന്താ കാണുന്നത്? ആയുധമാണ് കാണുന്നത് എന്നതുകൊണ്ടാണ്. പറഞ്ഞു മനസ്സിലായോ? അപ്പം ലോകത്ത് സ്നേഹനിരാസത്തിൻ്റെതായ ഒരു അന്തരീക്ഷം വരുമ്പോൾ നമ്മൾ നിരന്തരം എന്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു? സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക, സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക, കെട്ടിപ്പിടിക്കാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുക. കെട്ടിപ്പിടുത്തത്തെക്കുറിച്ചാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിത, ആശ്ലേഷം. അത് നിങ്ങളാരും കേട്ടിട്ടുണ്ടോ? കവിത ആരും കേട്ടിട്ടുണ്ടോ? ആശ്ലേഷം എന്നുള്ള കവിത. ഇതൊന്നും വായിച്ചിട്ടും കേട്ടിട്ടൊന്നും ഇല്ലേ? ഇതാതെ ഞാൻ പറയാം എന്നാൽ എല്ലാവരും ഒന്ന് കേട്ടോളൂ കേട്ടോ. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ കയറിയാൽ മതി എൻ്റെ കവിത വായിക്കാൻ. നിങ്ങൾ പുസ്തകമൊന്നും വാങ്ങണമെന്നില്ല കേട്ടോ, അതിലൊക്കെ ഉണ്ട്. അതെ. ഭൂമിക്കടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു, ഇലകൾ തമ്മിൽ തൊടുമെന്നു പേടിച്ച് നാം അകറ്റി നട്ട മരങ്ങൾ. അതാണ് കവിത. ഭൂമിക്കടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു,
ഇലകൾ തമ്മിൽ തൊടുമെന്ന് പേടിച്ച് നാം അകറ്റി നട്ട മരങ്ങൾ. അതിലുള്ള കെട്ടിപ്പിടുത്തം ഇല്ലേ? എന്തുകൊണ്ടാണ് കെട്ടിപ്പിടുത്തത്തെക്കുറിച്ച് ഇങ്ങനെ പറയേണ്ടി വരുന്നത്, ഹസ്തദാനത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നത്? അതില്ലാത്തൊരു കാലം നമുക്ക് ചുറ്റും ആയുധമണിഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ എനിക്ക് കുറച്ച് പ്രണയം എല്ലാവരിലും പ്രചരിപ്പിക്കാൻ വേണ്ടില്ല. പക്ഷെ എന്നാലും വെറും പ്രണയമായിട്ടുള്ള കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. നിന്നെ കാണുമ്പോൾ എൻ്റെ കണ്ണുകൾ ചിമ്മിപ്പോകുന്നു. നിന്നെ കാണുമ്പോൾ എൻ്റെ കണ്ണുകൾ ചിമ്മിപ്പോകുന്നു. എന്താ കാരണം? ഈ കുഞ്ഞളുക്കിൽ ചെറിയ രത്നമേ കൊള്ളൂ. ഈ കുഞ്ഞളുക്കിൽ ചെറിയ രത്നമേ കൊള്ളൂ. ദൈവത്തെക്കുറിച്ച് ആയിക്കൂടെ കവിത? നിന്നെ കാണുമ്പോൾ എൻ്റെ കണ്ണുകൾ ചിമ്മിപ്പോകുന്നു, ഞാൻ നിന്നെ കാണുന്നില്ല. എന്താ കാരണം? നിന്നെപ്പോലൊരു വലിയ രത്നത്തിന് കൊള്ളാനുള്ള വലിപ്പം എൻ്റെ ഈ ചെറിയ അളുക്കിന് ഇല്ല. എന്നെ നോക്കുന്നില്ല എന്നല്ലേ നിൻ്റെ പരാതി? എന്നെ കാണുന്നില്ല, അല്ല എന്നെ കണ്ടതായി നടിക്കുന്നില്ല, എന്നെ കണ്ടതായി എന്നാൽ എന്നെ കാണുന്നില്ല എന്നല്ലേ നിൻ്റെ പരാതി? ക്ഷമിക്കൂ, എനിക്ക് കണ്ണിലുള്ളതിനെ കാണാനാവില്ല. ക്ഷമിക്കൂ, എനിക്ക് കണ്ണിലുള്ളതിനെ കാണാനാവില്ല. മാഷ് എഴുതിയ കവിതകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കവിതയുണ്ട്. മാഷൊരു മലയാളം അധ്യാപകനായിരുന്നു. എന്നാൽ പോലും ഭാഷ ലളിതമാകേണ്ടതിൻ്റെ, ഭാഷയിലുള്ള സവർണതയെ അല്ലെങ്കിൽ ഭാഷയിലുള്ള അധികരങ്ങളെയൊക്കെ മായ്ച്ചു കളഞ്ഞ് ലളിതമാകുന്ന ഭാഷയുടെ സൗന്ദര്യം എത്രത്തോളം ഉണ്ടാകുമെന്ന് അടയാളപ്പെടുത്തിയൊരു കവിതയുണ്ടായിരുന്നു. പഠിപ്പ് എന്നായിരുന്നു ആ കവിതയുടെ പേര്. മനസ്സിലായതേയില്ല അവൾക്ക് പൂമ്പാറ്റയുടെ ചിത്രം കാണിച്ച് ടീച്ചർ ചിത്രശലഭമെന്ന് എഴുതി കൊടുത്തപ്പോൾ ഒടുവിൽ വിഷമിച്ചാണെങ്കിലും അവളും ചിത്രശലഭമെന്ന് പറഞ്ഞു തുടങ്ങി. പൂമ്പാറ്റ എന്നത് അതിൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണെന്ന് സമാധാനിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് മാഷ ആ കവിത എഴുതിയിട്ടുണ്ട്. മാഷൊരു കോളേജ് അധ്യാപകനായിരുന്നു, അത് മലയാളം അധ്യാപകനായിരുന്നു. എന്നിട്ട് പോലും അത് എഴുതാനുള്ള ധൈര്യം, എഴുതാനുള്ള ഊർജം എല്ലാം മാഷിൽ കൈവരുമ്പോഴാണ് സമൂഹത്തിൽ ഉണ്ടാകേണ്ട വിപ്ലവങ്ങളെക്കുറിച്ച്, സിലബസിൽ ഉണ്ടാവേണ്ട വിപ്ലവങ്ങളെക്കുറിച്ച്, സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ എല്ലാ രംഗങ്ങളിലും ഉണ്ടാകേണ്ട വിപ്ലവങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പ്രതികരിക്കുന്നതാണ് പ്രത്യേകിച്ചും മാഷിൻ്റെ കവിതകൾ. നേരത്തെ മാഷ് രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞു. പശു ഒരു സാധു മൃഗം ബ്രാക്കറ്റിൽ അല്ല എന്ന് എഴുതിയിട്ടുള്ള മാഷിൻ്റെ ഒരു കവിതയുണ്ട്. അതിൽ ആ കവിത വായിക്കുന്നത് ഈ സമയത്ത് ഏറ്റവും പ്രസക്തമാണെന്ന് തോന്നുന്നു. ഇന്നേ വരെ ആരെയും കൊമ്പിൽ കോർക്കാൻ തോന്നിയിട്ടില്ല, അറിയാതെ വായിൽപ്പെട്ട പുൽച്ചാടിയെ ജീവനോടെ തിരിച്ചയച്ചിട്ടേയുള്ളൂ. മനസ്സിൽ പകവെച്ച് ആരെയും കാത്തിരുന്നിട്ടില്ല, കൊമ്പുകൾ വെറുതെ അലങ്കാരത്തിനു മാത്രം, കുളമ്പുകൾ സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാൻ മാത്രം. ചോര വരും വരെ കറന്നിട്ടുള്ളൂ, അനങ്ങാതിരുന്നിട്ടേയുള്ളൂ. യാഗശാലയിലും മറവുശാലയിലും ഒരുപോലെ അണച്ച കത്തിക്കു മുന്നിൽ തലയാട്ടി നിന്നിട്ടേയുള്ളൂ. എന്നിട്ടും നിങ്ങൾ എന്തിനാണ് എൻ്റെ പേര് ചൊല്ലി കത്തിയും ശൂലവുമായി കൊല്ലാൻ വരുന്നത്? പശുരാഷ്ട്രീയം ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ നിഷ്കാസനം ചെയ്യുന്നത്? ആൾക്കൂട്ട കൊലപാതകങ്ങൾ രാജ്യത്ത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ കാലത്തും അത് കണ്ടുവരികയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ അതിനെ ജനാധിപത്യ ധ്വംസനത്തെയൊക്കെ മാഷിന് കവിതയിലൂടെ വിമർശനം ഉന്നയിക്കാൻ കഴിയുന്നു എന്നുള്ളിടത്താണ് എഴുത്തിനും കഴുത്തിനുമിടയിലുള്ള കാവ്യജീവിതം, മാഷിൻ്റെ കാവ്യജീവിതം സാർത്ഥകമാകുന്നത്. കവിതയിലൂടെ എങ്ങനെയാണ് രാഷ്ട്രീയം പറയാന്നുള്ളതിന് രണ്ട് രീതികളുണ്ട്. ഒന്ന് വളരെ സബ്റ്റിലായിട്ട് പറയാം, എന്ന് വെച്ചാൽ പ്രത്യക്ഷത്തിൽ നമുക്കതിൽ രാഷ്ട്രീയം തോന്നില്ല, പക്ഷേ അതിൻ്റെ ഉള്ളിന് നമുക്ക് രാഷ്ട്രീയമായ ഒരു പ്രതിരോധ ഊർജം നൽകുന്ന എന്തോന്ന് അതിനകത്തുണ്ടാവും, ഒരു മരുന്ന് പോലെ. നേരിട്ട് അതിൽ ഒരു മുദ്രാവാക്യമോ ഒന്നും ആയിരിക്കില്ല. അങ്ങനെയുള്ള കവിതകളാണ് സൂക്ഷ്മമായിട്ട് രാഷ്ട്രീയം പറയുന്ന കവിതകൾ. എനിക്ക് അങ്ങനെ പറയലാണ് ഇഷ്ടം അധികവും. പക്ഷെ ചില സന്ദർഭത്തിൽ നമുക്ക് പ്രത്യക്ഷമായിട്ടും രാഷ്ട്രീയം പറയേണ്ടി വരും. അതിനൊരു ഉദാഹരണം വാട്ട് റഫ് ബീസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, വാട്ട് റഫ് ബീസ്റ്റ് എന്ന് പറഞ്ഞിട്ട്
ഒരു പുസ്തകം ഈ വർഷം UK നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടുത്തെ മാർക്സിയൻ എഴുത്തുകാരും കവികളെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ പുസ്തകം എഡിറ്റ് ചെയ്ത് ഇറക്കിയിട്ടുള്ളത്. വാട്ട് റഫ് ബീസ്റ്റ്. ഈ പുസ്തകത്തിലുള്ളത് മുഴുവൻ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിനെതിരെ, ട്രംപിസത്തിനെതിരെ, പുതിയ അമേരിക്കൻ ഭരണമാറ്റത്തിനെതിരെ, മുതലാളിത്തത്തിനെതിരെയൊക്കെയുള്ള കവിതകളാണ്. അതൊക്കെയും പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയം പറയുന്ന കവിതകളാണ്. ഡയറക്റ്റായിട്ട് ട്രംപിനെ അറ്റാക്ക് ചെയ്യുന്ന കവിതകളാണ്. നേരത്തെയും ഇദ്ദേഹം കഴിഞ്ഞ തവണ വന്നപ്പോഴും അമേരിക്കയിൽ നിന്നൊരു പുസ്തകം ഉണ്ടായി. പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഞാൻ മറന്നുപോയി. 600 കവികൾ, അതും ട്രംപിൻ്റെ നയങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കുടിയേറ്റ നയങ്ങൾക്കെതിരെയൊക്കെ വന്നിട്ടുള്ള കവിത. ഞാൻ പറഞ്ഞു വന്നത്, കവിത ചില സന്ദർഭത്തിൽ പ്രത്യക്ഷമായിട്ട് രാഷ്ട്രീയം പറയും. ഞാനും ചില കവിതകളിലൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ട്, അപൂർവമായിട്ട്. അത് വേണ്ടി വരും ചിലപ്പോൾ നമുക്ക്. പക്ഷേ കവിതയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ വളരെ സബ്റ്റിലായിട്ട് കവിതയ്ക്കകത്ത് ഈ രാഷ്ട്രീയ ഊർജം സന്നിവേശിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ, അത് വായിക്കുന്ന ആളിൽ അത് വളരെ വലിയ ഉള്ളിൽ കടന്നിട്ട് അതിങ്ങനെ ഒരു വലിയ പ്രചോദനമായിട്ടോ ശക്തിയായിട്ടോ ഊർജമായിട്ടോ പ്രവർത്തിക്കും. അങ്ങനെ എഴുതലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഭൂമിക്കടിയിൽ നിന്നുള്ള കവിതയൊക്കെ പ്രത്യക്ഷത്തിൽ അതൊരു പ്രണയ കവിതയായിട്ട് തോന്നാമെങ്കിലും സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ഈ പറയുന്ന വിഭജന രാഷ്ട്രീയത്തിനെതിരെയുള്ള കവിതയാണത്. അങ്ങനെയാണ് അതിൽ രാഷ്ട്രീയം പ്രവർത്തിക്കുക. ആ രീതിയിലാണ് രാഷ്ട്രീയം പറയുക. അപ്പോൾ ഞാനൊരു കവിത ചൊല്ലിത്തരാം. സ്വാതന്ത്ര്യം എന്നാണ് ആ കവിതയുടെ പേര്. ഒരു ഇലയെക്കുറിച്ചുള്ള കവിതയാണ്. കൊഴിഞ്ഞു പോകുന്നതിൽ വിലപിക്കുന്നതെന്തിന്, കൊഴിഞ്ഞു പോകുന്നതിൽ വിലപിക്കുന്നതെന്തിന്, അടരുന്നതിനും വീഴുന്നതിനും ഇടയിലുള്ള ഞൊടി നേരം കൊണ്ട് ഒരു പറവയുടെ ജീവിതം അത് ജീവിക്കുന്നുണ്ടല്ലോ. കുറേ മുമ്പ് എഴുതിയ കവിതയാണ്. കൊഴിഞ്ഞു പോകുന്നതിൽ വിലപിക്കുന്നത് എന്തിന്, അടരുന്നതിനും വീഴുന്നതിനും ഇടയിലുള്ള ഞൊടി നേരം കൊണ്ട് ഒരു പറവയുടെ ജീവിതം അത് ജീവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊരു വളരെ സബ്റ്റിലായിട്ടുള്ളൊരു ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നൊരു കവിതയാണ്. പക്ഷെ അത് സൂക്ഷ്മമായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ അതിൽ വേറെ ചില സ്വാതന്ത്ര്യപ്പെടലിൻ്റെ, അത് കുറച്ച് നിമിഷത്തേക്കാണെങ്കിലും നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിച്ചാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും മഹത്തായ കാര്യം എന്നുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു രാഷ്ട്രീയ അവബോധം കൂടി അതിൽ നിന്ന് കിട്ടേണ്ടതാണ്. കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് ഞാൻ ബോധപൂർവം അങ്ങനെ വെച്ചിട്ടുമില്ല. പക്ഷെ വായിക്കുന്ന ഒരാൾക്ക് കിട്ടിയേക്കാം. അപ്പോൾ ആ തരത്തിൽ കവിതയിൽ സൂക്ഷ്മമായിട്ടും അല്ലാതെയും രാഷ്ട്രീയം പറയുന്ന കവിതകളുണ്ട്. ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ലോകത്തിലെ ഒരു നല്ല കവിയെയും മികച്ച കവിയെയും അതാത് കാലത്തെ ഭരണകൂടം ഇഷ്ടപ്പെടുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല. മികച്ച കവികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടായിരിക്കണം സിസ്റ്റം അല്ലെങ്കിൽ ഗവൺമെൻറ്റുകൾ അതാത് കാലത്തെ കവികളെ പേടിച്ചിരുന്നത്, കവിതയെ പേടിച്ചിരുന്നത്, സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിരുന്നത്, അവരെ നാടുകടത്തിയിരുന്നത്? ഇപ്പോൾ 20-ാം നൂറ്റാണ്ടിലെ ഒടുവിലത്തെ കവികൾ വിശ്ലാവ ഷിംബോസ്കി എടുക്കാം, 2-3 കുറച്ച് വർഷം മുമ്പ് മരിച്ച യെവുത്തിഷിങ്കോ എന്ന് പറഞ്ഞ റഷ്യൻ കവിയെ എടുക്കാം, ശശ്വാമി വാഷിനെ എടുക്കാം. ഇവരൊന്നും ജനിച്ച നാട്ടിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ളവരല്ല. നാട് കടത്തപ്പെടുകയോ നാട് കടന്ന് പോവുകയോ ചെയ്തു. അപ്പം ഫയസ് അഹമ്മദ് ഫയസിനെ നിങ്ങൾക്കറിയാലോ അല്ലേ? നമ്മൾ കേൾക്കുന്ന ഏറ്റവും മികച്ച ഗസലൊക്കെ അധികവും ഫയസ് അഹമ്മദ് ഫയസിൻ്റെ ആണ്. പക്ഷെ അദ്ദേഹം ഒന്നാന്തരം കവിയാണ്. കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, പാകിസ്ഥാനിലായിരുന്നു. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് എന്താണ് കമ്മിറ്റിയിൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു പാകിസ്ഥാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. അപ്പോൾ അദ്ദേഹത്തിന് സുൽഫിക്കർ അലി ഭൂട്ടോയെ തൂക്കിക്കൊന്ന സമയത്ത് അവിടെ നിന്ന് നാട് വിട്ട് പോകേണ്ടി വന്നു. അദ്ദേഹം പിന്നെ മിഡിൽ ഈസ്റ്റിൽ പോയിട്ട് താമസിച്ച് അവിടെ, എനിക്ക് തോന്നുന്നു എവിടെയാണ്, ഒമാനിലോ മറ്റോ ആണ് അദ്ദേഹം പോയി താമസിച്ചത്. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. അവിടുത്തെ കുറേ വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ അദ്ദേഹം തിരിച്ചു വരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ട്? അവർ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു, മനുഷ്യൻ്റെ രാഷ്ട്രീയ ബോധത്തെ തീപിടിപ്പിക്കുന്നു. അതെപ്പോഴും വ്യവസ്ഥയ്ക്കെതിരായിരിക്കും, അധികാരഘടനയ്ക്കെതിരായിരിക്കും. അതുകൊണ്ടാണ് കവികളെ ഭരണകൂടം പേടിക്കുന്നത്.
എന്താണ് കവിയുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു കവിതയിൽ പറയാം. അതും പ്രസിദ്ധീകരിക്കാത്ത കവിതയാണ്. പ്രസിദ്ധീകരിക്കാത്ത കവിതയാണ്. കവികളില്ലാത്തതിനാൽ കരച്ചിൽ എല്ലായിടത്തു നിന്നും ഉയരുന്നുണ്ട്. കരച്ചിൽ എല്ലായിടത്തു നിന്നും ഉയരുന്നുണ്ട്. വീഴുമ്പോൾ മരം, അരയുമ്പോൾ ഉറുമ്പുകൾ, ചൂണ്ടയിൽപ്പെടുമ്പോൾ മീനുകൾ. എല്ലാവരും കരയുന്നുണ്ട്, എല്ലായിടത്തു നിന്നും കരച്ചിലുണ്ടാവുന്നുണ്ട്. എങ്കിലും അവർക്കിടയിൽ കവികളില്ലാത്തതിനാൽ നാം അത് കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ. കരച്ചിൽ എല്ലായിടത്തു നിന്നും ഉയരുന്നുണ്ട്. വീഴുമ്പോൾ മരം, അരയുമ്പോൾ ഉറുമ്പുകൾ, ചൂണ്ടയിൽപ്പെടുമ്പോൾ മീനുകൾ. അവർക്കിടയിൽ കവികളില്ലാത്തതിനാൽ നാം അത് കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ. എന്താണ് കവിയുടെ ലക്ഷ്യം എന്നുള്ളത്? എന്താ? കരച്ചിലിനെ ആംപ്ലിഫൈ ചെയ്യുക, മനുഷ്യൻ്റെ വേദനകളെ ലോകത്തെ അറിയിക്കുക, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യച്ഛയെ മുന്നിൽ നിർത്തുക. അങ്ങനെ വരുമ്പോൾ ഈ എഴുത്തിനോടൊപ്പം അയാൾക്ക് എന്തും പ്രശ്നമായി വരും, കഴുത്തും പ്രശ്നമായിട്ട് വരും. അതാണ് ലോകത്തിലുള്ള എല്ലാ കവികളും അനുഭവിച്ച കാവ്യജീവിതം. സംഘർഷാത്മകമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് നാടുവിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട്, ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. എത്രയോ ഇപ്പം നമ്മുടെ ചെഷസ്ക്യൂവിനെ പോലെയുള്ള റൊമേനിയൻ ഭരണാധികാരികളുടെ കാലത്ത് അന്നത്തെ എഴുത്തുകാർക്ക് അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ അറിയാം നിങ്ങൾക്ക്. വലിയ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിരുന്നു. അപ്പം അതുകൊണ്ട് ഈ സ്വേച്ഛാധിപത്യമുള്ള നാടുകളിലൊക്കെ, അല്ലെങ്കിൽ ഭരണകൂട ഭീകരതയുള്ള നാടുകളിലൊക്കെ കവികൾ കവിതയെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നു. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ വരാം. അതേ സ്ഥാനത്ത് തന്നെ കവികൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാഷ്ട്രങ്ങൾ ശത്രുതയിൽ നിൽക്കുമ്പോഴും അവർക്കിടയിൽ സ്നേഹത്തിൻ്റെ ഒരു പാലം നിർമ്മിക്കാൻ ശ്രമിക്കുന്നു. ഒരു ഉദാഹരണം പറയാം ഞാൻ, ഒറ്റ ഉദാഹരണം. എല്ലാവരും കേൾക്കുന്നുണ്ടോ? പലസ്തീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുവ കവിയായിരുന്നു റഫാത്ത് അൽ അറീർ എന്ന് പറഞ്ഞ കവി. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച്. കാരണം അദ്ദേഹം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഡിസംബർ 6-ാം തീയതി, കഴിഞ്ഞ ഡിസംബർ 6, ഇതല്ല തുടക്കത്തിൽ ഡിസംബർ 6-ന് കൊല്ലപ്പെട്ട കവിയാണ്. കുറേ കവികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് പലസ്തീനിൽ. അതിൽ പ്രധാനപ്പെട്ട കവിയാണ് റഫാത്ത് അൽ അറീർ. അദ്ദേഹം ഗാസ യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷിൻ്റെ പ്രൊഫസറായിരുന്നു. പലസ്തീനിലെ ചെറുപ്പക്കാരായ കവികളെയും എഴുത്തുകാരെയൊക്കെ കൂട്ടിച്ചേർക്കുകയും അവരുടെ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും അവരിലൂടെ പാലസ്തീനി എഴുത്തുകാരുടെ ഒരു ഐക്യദാർഢ്യം നിർമ്മിക്കുകയും ചെയ്ത ഒരാളായിരുന്നു റഫാത്ത് അൽ അറീർ. 36 വയസ്സോ മറ്റേ ഉള്ളൂ അദ്ദേഹം. പക്ഷേ നല്ല പാലസ്തീനിയൻ ദേശബോധം ഉണ്ടായിരുന്ന ഒരു പലസ്തീനിയൻ ബുദ്ധിജീവിയായിരുന്നു. അപ്പം അദ്ദേഹത്തെ കൊല്ലാൻ ആര് തീരുമാനിച്ചു? ഇസ്രായേൽ തീരുമാനിച്ചു. അദ്ദേഹത്തെ അറിയിച്ചു, നിങ്ങൾ ഇന്ന സ്ഥലത്താണുള്ളത്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങളെ ബോംബിടാൻ പോവുകയാണെന്നൊക്കെ അറിയിച്ച് മെസ്സേജ് കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തെ കൊല്ലുന്നത്. അതിൻ്റെ 2 വർഷം മുമ്പ് അദ്ദേഹം ഗാസ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ കവിത പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പലസ്തീനിയൻ കുട്ടികൾക്ക് ഇംഗ്ലീഷ് കവിത പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കവിത ചൊല്ലി. ആ കവിതയുടെ പേര് ജെറുസലേം എന്നായിരുന്നു. കവിതയുടെ പേര് എന്താണ്? ജെറുസലേം. ജെറുസലേമിൽ അറിയാലോ നിങ്ങൾക്ക്, അത് മുസ്ലിങ്ങളുടെയും ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ആവാസ സ്ഥലമാണ്. 3 പേർക്കും പ്രധാനപ്പെട്ട സ്ഥലമാണ്. മതിലിനപ്പുറം ഈ 3 ജനവും താമസിക്കുന്ന സ്ഥലമാണ്. ഈ കവിത ചൊല്ലിയതിന് ശേഷം അദ്ദേഹം കുട്ടികളോട് ചോദിച്ചു, മുസ്ലിം കുട്ടികളാണ് കേൾക്കുന്നത്, അവർ ചോദിച്ചു ഇതാരാണ് ഈ കവിത എഴുതിയത്. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, പേര് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഒരു കാര്യം ഞങ്ങൾ പറയാം, ഇത് എഴുതിയത് ഒരു പലസ്തീനിയൻ കവിയാണെന്ന് പറഞ്ഞു. കവിത വായിച്ചപ്പോൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് എന്താ തോന്നിയത്? ഒരു പലസ്തീനിയൻ കവിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, ഇതൊരു ഇസ്രായേൽ കവി എഴുതിയതാണ്, ഒരു യഹൂദി കവി എഴുതിയതാണ്. ആ കവിയുടെ പേര് യഹൂദി അമിഖായ് എന്ന കവിയാണ്. എന്നിട്ട് അദ്ദേഹം ആ കവിത ഒന്നുകൂടി പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കവിതയാണ്, ഈ കവിത നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ എത്ര ചെറിയ മനുഷ്യന്മാരായി പോകുമായിരുന്നു. പഠിപ്പിക്കുകയാണ്. ഒരു ഇസ്രായേൽ കവിയുടെ കവിത ഒരു പലസ്തീനിയൻ പോരാളിയായിട്ടുള്ള അധ്യാപകൻ പലസ്തീനിയൻ കുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. പറയാണ്, ഈ കവിത പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ എത്ര ചെറിയ മനുഷ്യന്മാരായി പോകുമായിരുന്നു. ആ കവിത ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ലക്കം ഭാഷാഭൂഷണിയിൽ അത് വരികയുണ്ട്. ഞാനതൊന്ന് പറയാം. ചെറിയ കവിതയാണ്. പലസ്തീൻ. പഴയ നഗരത്തിലെ അലക്കുപുരയുടെ മേൽക്കൂരയിൽ അയയിൽ തൂങ്ങിക്കിടക്കുന്നു എൻ്റെ ശത്രുവായ സ്ത്രീയുടെ വെള്ളത്തുണി. പഴയ നഗരം എന്ന് പറഞ്ഞാൽ ജെറുസലേം. പഴയ നഗരത്തിലെ അലക്കുപുരയുടെ മേൽക്കൂരയിൽ അയയിൽ തൂങ്ങിക്കിടക്കുന്നു എൻ്റെ ശത്രുവായ സ്ത്രീയുടെ വെള്ളത്തുണി.
എൻ്റെ എതിരാളിയായ പുരുഷൻ്റെ നെറ്റിയിലെ വിയർപ്പ് തുടയ്ക്കാനുള്ള കൈലേസ്, എൻ്റെ ആകാശത്തിൽ ഒരു പട്ടം, എൻ്റെ ആകാശത്തിൽ ഒരു പട്ടം, മതിലിനിപ്പുറത്ത് എൻ്റെ ആകാശത്തിലൊരു പട്ടം, അതിൻ്റെ ചരടിൻ്റെ മറ്റേ അറ്റത്ത് മതിൽ കാരണം എനിക്ക് കാണാൻ കഴിയാത്തൊരു കുട്ടി. ഇപ്പോൾ കുട്ടി എവിടെയാണുള്ളത്? അപ്പുറത്തെ മതിലിലാണുള്ളത്. പട്ടോ ഇപ്പുറം വന്നിരിക്കുന്നു. എൻ്റെ ആകാശത്തൊരു പട്ടം, അതിൻ്റെ ചരടിൻ്റെ അങ്ങേയറ്റത്ത് മതിൽ കാരണം എനിക്ക് കാണാൻ കഴിയാത്ത ഒരു കുട്ടി. മതിലിനിപ്പുറം നിന്ന് ഞങ്ങൾ ആകാശത്തിൽ പല കൊടികൾ ഉയർത്തി കാണിച്ചു. അവരും മതിലിനപ്പുറം നിന്ന് ആകാശത്തിൽ പല കൊടികൾ പ്രദർശിപ്പിച്ചു. ഞങ്ങൾ സന്തോഷത്തിലാണെന്ന് അവരെ തോന്നിപ്പിക്കാൻ വേണ്ടി, അവർ സന്തോഷത്തിലാണെന്ന് ഞങ്ങൾക്ക് തോന്നാൻ വേണ്ടി. ഞങ്ങൾ സന്തോഷത്തിലാണെന്ന് അവരെ തോന്നിപ്പിക്കാൻ വേണ്ടി, അവർ സന്തോഷത്തിലാണെന്ന് ഞങ്ങൾ തോന്നാൻ വേണ്ടി. തോന്നിപ്പിക്കുക എന്നൊക്കെ വാക്ക് വളരെ പ്രധാനമാണ്. അതിൽ യഥാർത്ഥത്തിൽ സന്തോഷം ഞങ്ങൾക്കുമില്ല, അവർക്കുമില്ല. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഞങ്ങൾ സന്തോഷത്തിലാണെന്ന് നടിക്കുന്നു, വിചാരിക്കുന്നു. എന്ത് മനോഹരമായ കവിതയാണ്! ഇതൊരു ഇസ്രായേൽ കവി എഴുതിയതാണ്. പക്ഷേ ഇത് ഒരു പലസ്തീനിയൻ കുട്ടികൾ കേൾക്കുമ്പോൾ ഇതാരെഴുതിയത് പോലെ തോന്നുന്നു. ആ പലസ്തീനിയൻ കവി എഴുതി. ഇതാണ് കവിത. ഇതുപോലെയാണ് ദർവീഷിൻ്റെ കവിതകളും. ദർവീഷിൻ്റെ കവിതയൊക്കെ പലസ്തീനിയൻ പോരാട്ട വീര്യമുള്ളതാണെങ്കിലും അത് ഒന്നുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന കവിതയാണ്. അപ്പോൾ കവിതയ്ക്ക് ഇങ്ങനെ മനുഷ്യരുടെ അതിർത്തികൾക്ക് മേലെ പക്ഷിയെപ്പോലെ പറക്കാനുള്ളൊരു ശേഷിയുണ്ട്. അതിർത്തികളെ റദ്ദാക്കിക്കൊണ്ട്. അങ്ങനെയുള്ള രാഷ്ട്രീയം കൂടി കവിതയ്ക്കുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും അതിർത്തിയെ സ്നേഹിക്കുന്നവർക്ക് ആരെ ഇഷ്ടമാവാത്തത്? കവികളെ ഇഷ്ടമാവാത്തത്. കവികൾ പക്ഷിയെപ്പോലെ എന്നാണ് യവത്തുശൃംഗോ പറഞ്ഞത്. അതെല്ലാ അതിരുകളെയും അവഗണിക്കുന്നു എന്നാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് താല്പര്യം? എന്താ? അതിർത്തിയാണ് അല്ലേ? അതിർത്തിയാണ് രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം. അതിനെ ചുറ്റിപ്പറ്റിയാണ് രാഷ്ട്രം നിലനിൽക്കുന്നത്. ടെറിറ്ററി. കവിയോ? കവിക്ക് ടെറിറ്ററി ഇല്ല. കവിക്ക് നമ്മൾ ജാതി മതം എന്നൊക്കെ പറയുമ്പോൾ കവിയുടെ ടെറിറ്ററി എവിടെയാ? മനുഷ്യൻ എന്നുള്ള ടെറിറ്ററിയാണ്. അങ്ങനെയാണ്. രാഷ്ട്രം പറയുമ്പോൾ ലോകം എന്ന് പറയുന്ന ടെറിറ്ററിയാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഇതോട്ട് പറഞ്ഞ് അങ്ങോട്ട് വരാം. ഒരു കവിത ഞാൻ ഇവിടെ ചൊല്ലണം എന്ന് വിചാരിക്കുന്നു. അത് അവിശ്വാസം എന്നാണ് കവിതയുടെ പേര്. അവിശ്വാസം. നിങ്ങൾക്കത് കവിത നിങ്ങളെങ്ങനെയാണ് കാണുകയെന്ന് എനിക്കറിയില്ല. ബോറടിക്കുന്നുണ്ടോ? അവിശ്വാസം. ഇതൊരു നോക്കൂ. ആരെങ്കിലും ഒരാൾ വീണ്ടും വോട്ട് ചെയ്താലോ എന്ന സംശയത്തിൽ സർവരുടെയും വിരലിൽ മഷി കുത്തുന്നു. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എല്ലാവരുടെയും വിരൽ എന്ത് ചെയ്യും? മഷി കുത്തും. എന്താ കാരണം? ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ വീണ്ടും വോട്ട് ചെയ്താലോ എന്ന് സംശയിച്ചിട്ടാണ് അല്ലേ? ഈ നമ്മളെത്രയാ 140 കോടിയിൽ ഒരു 100 കോടി വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എത്ര പേരായിരിക്കും വീണ്ടും വോട്ട് ചെയ്യുക? എത്ര പേരായിരിക്കും? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല, കാരണം ഈ ആധാറമൊക്കെ ഉള്ളതുകൊണ്ട്. എന്നാലും ഒരു 100, 500, 1000 വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 1,00,000 വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കുക. അതിന് 100 കോടി ആളുകളുടെ പേരിൽ സംശയിക്കുന്നു അല്ലേ? ആരെങ്കിലും ഒരാൾ വീണ്ടും വോട്ട് ചെയ്താലോ എന്ന സംശയത്തിൽ സർവരുടെയും വിരലിൽ മഷി കുത്തുന്നു. ഒരു വ്യാജൻ എപ്പോഴും കടന്നു വരാം എന്ന സാധ്യത വെച്ച് എല്ലാവരെയും അടയാള പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. ഒരു വ്യാജൻ എപ്പോഴും കടന്നു വരാമെന്ന സാധ്യത വെച്ച് എല്ലാവരെയും അടയാള പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. ഒരാൾ നുണ പറഞ്ഞേക്കാം എന്നതിനാൽ സർവരെയും സത്യപുസ്തകം തൊട്ട് ആണയിടുവിക്കുന്നു. ഒരാൾ നുണ പറഞ്ഞേക്കാം എന്നതിനാൽ സർവരെയും സത്യപുസ്തകം തൊട്ട് ആണയിടുവിക്കുന്നു. വ്യവസ്ഥ ഒരു സംശയരോഗി. അതിനാരെയും വിശ്വാസം പോരാ, സ്രഷ്ടാവിനെ പോലും. എന്നിട്ടും അതിന്മേലുള്ള അചഞ്ചലമായ വിശ്വാസം നാം പ്രഖ്യാപിക്കുന്നു, ദൈവനാമത്തിലും മനസാക്ഷിയുടെ പേരിലും. വ്യവസ്ഥയ്ക്ക് നമ്മളെ ഒട്ടും വിശ്വാസമില്ല. നമ്മളൊട്ടും വിശ്വസിക്കാത്ത വ്യവസ്ഥയെ നമ്മൾ അചഞ്ചലമായ വിശ്വാസം നമ്മളതിൻ്റെ മേൽ രേഖപ്പെടുത്തുന്നു. ദൈവനാമത്തിലും മനസാക്ഷിയുടെ
പേരിലും. ഇത്തരത്തിലുള്ള അസംബന്ധതകളുണ്ട് ജീവിതത്തിൽ, ഇല്ലേ? ഇത്തരത്തിലുള്ള അസംബന്ധതകൾ കൊണ്ടുകൂടി നിർമ്മിക്കപ്പെട്ടതാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാൻ സാധിക്കുകയില്ല. വ്യവസ്ഥയ്ക്കുള്ളിലാണ്. ഞാൻ ക്ലോസ്ട്രോഫോബിയ എന്ന് പറഞ്ഞ കവിത കഴിഞ്ഞ ഇതിലെഴുതിയിരുന്നു മാതൃഭൂമിയിൽ, ഇല്ലേ? ക്ലോസ്ട്രോഫോബിയ എന്ന് പറഞ്ഞാൽ മുറിയിലകപ്പെട്ട ഭീതിയാണ്. മുറിയിലകപ്പെട്ട ഭീതിയുള്ള ഒരുതരം മാനസികാവസ്ഥയാണത്. നിങ്ങൾക്കുണ്ടോ ആർക്കെങ്കിലും? എനിക്കുണ്ട്. ഇടുങ്ങിയ മുറിയിലൊന്നും നിൽക്കാൻ പറ്റില്ല, പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് പോകണമെന്ന് തോന്നും. പക്ഷെ ഞാൻ ആ കവിതയിൽ പറയാൻ ശ്രമിക്കുന്നത് ഒരു പ്രസ്ഥാനത്തിലും അധികകാലം തുടർന്നില്ല ആണ്. കാരണം എന്താ? ഈ ഇടുക്കം മുറി മാത്രമല്ല, വ്യവസ്ഥകൾ എല്ലാം ഈ ഇടുക്കമുള്ള മുറികളായിട്ട് മാറും മനുഷ്യന്. അതിൽ നിന്ന് പുറത്ത് കടക്കാൻ നമുക്ക് എന്തേ വഴിയുള്ളൂ? വാക്കിൻ്റെ ഒരു താക്കോൽ, വാക്കിൻ്റെ ഒരു താക്കോൽ, കവിതയുടെ ഒരു താക്കോൽ. അതൊരു താക്കോലാണ്. വ്യവസ്ഥയുടെ ഇടുക്കങ്ങളെ മറികടക്കാനുള്ള ഒരു താക്കോൽ കൂടിയായിട്ട് കവിത പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അവസാനം. ഏകാന്തത ഇത്രമേൽ കൂടെ ഉണ്ടാകുമ്പോൾ ഞാൻ എങ്ങനെ ഒറ്റയ്ക്കാകും? ഏകാന്തതയെക്കുറിച്ച്, ഏകാന്തതയുടെ സംഘർഷാവസ്ഥകളൊക്കെ മറികടന്നുകൊണ്ട് ഏകാന്തത എന്നുള്ള ആ ഒരവസ്ഥ തന്നെ ആസ്വാദ്യമാകുന്ന രീതിയിൽ മാഷ് അവതരിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ മാഷ് രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചു. മാഷിൻ്റെ കവിതയെ ചൊല്ലി കവിതയിൽ അസഹിഷ്ണുതരായി മാഷിൻ്റെ കവിത കത്തിച്ചിട്ടുണ്ടായിരുന്നു ചില മനുഷ്യർ. പ്രകൃതി സ്നേഹത്തോടുകൂടി മാഷ് കവിതയെ സമീപിച്ചപ്പോൾ അതിൽ അസഹിഷ്ണുതരായിട്ടുള്ള ചില ആളുകളുടെ പശ്ചാത്തലങ്ങളെക്കുറിച്ച് മാഷ് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്, ഗ്രേറ്റ ടൂൺബർഗ് ഇവിടെ ജനിച്ചു പോകാത്തത് അവരുടെ ഭാഗ്യം എന്നൊക്കെയാണ്. ട്രംപിനെ കുറിച്ച് നേരത്തെ സംസാരിച്ചു. ട്രംപിനോട് ഒരു 16-ാം വയസ്സിൽ ട്രംപിൻ്റെ മുഖത്ത് ചൂണ്ടി ഒരു പരിസ്ഥിതി, UN-ൻ്റെ പരിസ്ഥിതി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചതിന് ശേഷം ട്രംപിൻ്റെ മുഖത്ത് ചൂണ്ടി 16 വയസ്സുകാരിയായ പെൺകുട്ടി ഗ്രേറ്റ ടൂൺബർഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യു ആർ ഹിപ്പോക്രാറ്റ്, താങ്കൾ ഒരു കപടനാണ്. പിന്നീട് 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ തലമുറക്ക് ജീവിക്കാൻ ഭൂമിയുണ്ടോ? ഞങ്ങൾക്ക് ശ്വസിക്കാൻ വായുവുണ്ടോ? ഞങ്ങൾക്ക് കുടിക്കാൻ ദാഹജലമുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് താങ്കൾ കപടനാണെന്ന് ആവർത്തിച്ചുകൊണ്ട് 16-ാം വയസ്സിൽ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന, അക്കാലത്ത് പ്രസിഡൻ്റായിരുന്ന ഒരാൾ, എന്നുവെച്ചാൽ ലോക പോലീസ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്ക, ആ അമേരിക്കയുടെ പ്രസിഡന്റിനോട് പോലും ധൈര്യപൂർവ്വം പ്രതിഷേധമറിയിക്കാൻ കരുത്തുള്ള ഗ്രേറ്റ ടൂൺബർഗിനെ മാഷ് അന്ന് ഓർത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കവിതകൾ നിഷേധിക്കപ്പെടുമ്പോൾ, കവിതയുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ, എഴുത്തുകാരൻ സങ്കീർണതകളിൽ അകപ്പെടുമ്പോൾ, ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അവസ്ഥയുണ്ടാകുന്നത്? ആ അവസ്ഥയോട്, ആ രാഷ്ട്രീയത്തോട് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നൊക്കെ മാഷ് പറയും. അതോടൊപ്പം മാഷിൻ്റെ തനി നിറം എന്നുള്ള ഒരു കവിത ചേർത്ത് വായിക്കുകയാണ്. പ്രത്യേകിച്ചും വംശീയതയുടെ കാലഘട്ടത്തിൽ വംശീയ ഉന്മൂലനങ്ങൾ, എത്രയൊക്കെ ജാതിയില്ലെന്നും എത്രയൊക്കെ വംശീയതയില്ലെന്നുമൊക്കെ നമ്മൾ പറയുമ്പോഴും അങ്ങിങ്ങായി അതിൻ്റെ വിവിധ കോലാഹലങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കൊലപാതകങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. തനി നിറം കറുപ്പൊരു നിറമല്ല, സഹിച്ചതൊക്കെയും തഴമ്പിച്ചതാണത്, വെളുപ്പൊരു നിറം തന്നെ, ചെയ്തതിനെ ഓർത്ത് തൊലിയുരിയുമ്പോൾ വെളിപ്പെടുന്നത് എന്ന് പറഞ്ഞ് മാഷ് തനി നിറം എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. കറുപ്പിനെ സഹനത്തിൻ്റെ പ്രതീകമായി, വെളുപ്പിനെ ചിലപ്പോഴൊക്കെയുള്ള കള്ളത്തരങ്ങളുടെ വെളിപ്പെടലായി അവതരിപ്പിക്കാനാണ് മാഷ് ശ്രമിച്ചത്. വെണ്മയുടെ വിശുദ്ധിയെന്നും വെളുപ്പിനെ ശുഭ്ര എന്നുമൊക്കെ വലിയ രീതിയിൽ വാഴ്ത്തുന്ന കാലത്ത് ഇങ്ങനെയൊക്കെ രാഷ്ട്രീയം പറയാൻ, ഇങ്ങനെയൊക്കെ ചേർത്ത് പിടിക്കാൻ മാഷിൻ്റെ കവിതകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ സംഘർഷഭരിതമായ അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിനോട് എങ്ങനെയാണ് ഒരു കവി എന്ന നിലയിൽ മാഷ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്ര എളുപ്പമല്ല ഇക്കാലത്ത് കവിത എഴുതുക എന്ന് പറയുന്നത്. ഒരുപാട് ആലോചനകൾക്ക് ശേഷമേ ഇക്കാലത്ത് കവിതയിലൊരു വാക്ക് പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ എന്ന തരത്തിലേക്ക് നമ്മുടെ കാലം മാറിയിട്ടുണ്ട്. ഈ വാക്ക് ഞാൻ ഉപയോഗിച്ചാൽ ആരെങ്കിലും വേദനിപ്പിക്കുകയോ, ഈ വാക്കുപയോഗിച്ചാൽ ആരുടെയെങ്കിലും അഭിമാനം വ്രണപ്പെടുമോ എന്നൊക്കെ ആലോചിച്ച് വാക്കുകൾ ഉപയോഗിക്കേണ്ട ഒരു ദുര്യോഗം പുതിയ കവികൾക്കും എഴുത്തുകാർക്കും ഉണ്ട്.
ഞാൻ പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഒരു അവസാന വാക്കല്ല. എന്നുവെച്ചാൽ കവിക്ക് എന്തും പറയാനുള്ള, അല്ലെങ്കിൽ എഴുത്തുകാരന് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യത്തെ അല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയാം. മറിച്ച് സാമൂഹ്യോന്മുഖമായി സമൂഹം ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യത്തിന് വേണ്ടി, സമൂഹത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി, സമൂഹത്തിന് ആപൽ സൂചനകൾ നൽകാൻ വേണ്ടി ഭാഷയെ സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാനുള്ള ശേഷി, അതിനുള്ള അവകാശം കവിക്കുണ്ട്. അത്തരത്തിൽ നമ്മൾ എഴുതുന്നു. ഇപ്പം ഞാൻ പരിസ്ഥിതിയെക്കുറിച്ച് കുറേ കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഒരു പുതിയ വികസനവാദികൾ വന്നിട്ടുണ്ട്. അവർ ചെയ്യുന്നത്, പറയുന്നത്, കേരളത്തിലെ പ്രകൃതിയെ പറ്റി എഴുതുന്ന കവികളും സ്കൂൾ മാഷന്മാരുമാണ് വികസനത്തിന് വേണ്ടുന്ന വിഭവങ്ങൾ എടുക്കാൻ പറ്റാത്ത വിധത്തിൽ കേരളത്തിൽ പരിസ്ഥിതി ബോധത്തെ വളർത്തിയത്. ഞങ്ങൾക്ക് പാറ പൊട്ടിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് പുഴയിൽ നിന്ന് മണലെടുക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് മല തുറക്കാൻ പറ്റുന്നില്ല. കാരണം അതൊക്കെ ചെയ്താലേ വികസനം നടക്കുള്ളൂ. അതുകൊണ്ട് ഇതിന് ഉത്തരവാദികൾ വീരാൻകുട്ടി മാഷെ പോലെ തന്നെ, ഞാനൊരു ചെറിയ കവിയാണ്, സുഗതകുമാരിയെ പോലെയുള്ള കവികളാണ്. അപ്പം അതുകൊണ്ട് റഫീഖ് അഹമ്മദൊക്കെ അതിൽ ഇരയാണ്. അപ്പം അതുകൊണ്ട് ഇവരൊക്കെ ഇവരൊക്കെ പരിസ്ഥിതി കാൽപ്പനികത ഉൽപ്പാദിപ്പിക്കുന്ന കവികളാണ് അവർ. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് എൻ്റെ ആ പുസ്തകം കത്തിക്കുക എന്നൊക്കെ അനുഭവം ഉണ്ടാകുന്നത്. അതുപോലെ വേറെയും സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കവിത എഴുതിയതിൻ്റെ പേരിൽ. പക്ഷേ ഞാൻ വിചാരിക്കുന്നൊരു കാര്യം, ഒരു കവി എന്ന നിലയ്ക്ക് ഞാൻ വിജയിച്ച സന്ദർഭങ്ങളാണ് അതെന്നാണ് ഞാൻ വിചാരിക്കുക. എന്താണെന്ന് വെച്ചാൽ, നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയ്ക്കെതിരെ നമ്മൾ സംസാരിക്കുമ്പോഴാണ്, നിലനിൽക്കുന്ന ഒരു താല്പര്യത്തിനെതിരെ നമ്മൾ കവിത പ്രവർത്തിക്കുമ്പോഴാണ് ആളുകൾക്ക് പ്രകോപനം ഉണ്ടാവുക, അല്ലേ? എല്ലാവർക്കും തൃപ്തിയുള്ള കവിത എഴുതാൻ എളുപ്പമാണ്, എല്ലാവരുടെയും സ്വീകാര്യത ഉണ്ടാകുന്ന കവിത എഴുതാൻ എളുപ്പമാണ്. പക്ഷെ ആരെങ്കിലും പ്രകോപിപ്പിക്കുന്ന കവിതകൾ, ഏതെങ്കിലും തത്വശാസ്ത്രത്തെ പ്രകോപിപ്പിക്കുന്ന കവിതകൾ, അത്തരം കവിതകൾ കൂടി ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയത് ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ വന്ന സന്ദർഭത്തിലാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതാണ്, എഴുത്തും കഴുത്തിനും ഇടയിലുള്ളൊരു കാവ്യജീവിതം ഞാൻ നയിച്ചിട്ടുണ്ട്. എനിക്കും ഭീഷണി കത്തിയൊക്കെ വന്നിട്ടുണ്ട് കവിത എഴുതിയതിൻ്റെ പേരിൽ. പിന്നെ ഈ പറയുന്ന തരത്തിൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് പല സന്ദർഭത്തിലും. ചിലരൊക്കെ ഇപ്പോഴും ഡീബാർ ചെയ്തതുപോലെ മാറ്റി നിർത്തുന്ന സന്ദർഭമുണ്ട്. കാരണം അതൊക്കെ നമ്മുടെ തോന്നുന്ന ദേഷ്യമാണ്, കവിത എഴുതിയതിൻ്റെ പേരിൽ തോന്നുന്ന ദേഷ്യമാണ്. എന്നെപ്പോലെ ഇത്ര ലളിതമായിട്ട്, എന്താ പറയുക, ഇത്ര മൃദുലമായിട്ട് എഴുതുന്ന എനിക്കിതാണ് അവസ്ഥയെങ്കിൽ, അല്ലേ? ശക്തരായ കവികൾ എത്ര അനുഭവിച്ചിട്ടുണ്ടാവും ഇത്തരം വിഷയങ്ങൾ. ഇപ്പോൾ സുഗതകുമാരി ടീച്ചറെ കുറിച്ചൊക്കെ പറയുമ്പം, ടീച്ചർ ഈ പരിസ്ഥിതിക്ക് വേണ്ടി വാദിച്ചതിൻ്റെ പേരിലാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത്. അതിരപ്പള്ളി പദ്ധതി വരാൻ നമ്മൾ സമ്മതിക്കുന്നില്ല, അതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ഭാഷയോടും വായനക്കാരോടുമാണ്, അല്ലാതെ ഇവരോടല്ല. അതുകൊണ്ട് എന്ത് ഭീഷണി ഉണ്ടായാലും എൻ്റെ എഴുത്ത് അതേ സാന്ദ്രതയിൽ, ശക്തിയിൽ തുടരുക എന്നുള്ളതാണ്. ഞാൻ എഴുത്ത് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് പേന ഉടച്ച് കളയുന്ന ആളല്ല ഞാൻ. പകരം അതേ ശക്തിയിൽ തന്നെ തുടർന്നും എഴുതാനുള്ള ജാഗ്രതയാണ് എനിക്ക് എൻ്റെ സമൂഹത്തിൽ നിന്നും വായനക്കാരിലും കിട്ടുന്നത്. അതുകൊണ്ട് എൻ്റെ എഴുത്ത് തുടരും. വിമർശകരുടെ ആയിട്ടുള്ള വഴിയിലൂടെയും സഞ്ചരിക്കും. ആരെങ്കിലും ഭയപ്പെട്ട് കഴുത്ത് പോകുമെന്ന് പേടിച്ചിട്ട് എഴുത്ത് നിർത്തുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്ന കവിത എന്ന മാധ്യമത്തിലാണ്, ആ മാധ്യമത്തോട് എനിക്ക് സത്യസന്ധത പുലർത്തണം, ജനതയോടും എനിക്ക് സത്യസന്ധത പുലർത്തണം, അത് എന്നോടും എനിക്ക് സത്യസന്ധത പുലർത്തേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ആ ജാഗ്രത അതേ സാന്ദ്രതയിൽ തുടരാൻ തന്നെയാണ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. നേരത്തെ പശുവിനെക്കുറിച്ചൊരു കവിത ഇല്ലേ? ഞാൻ പശുവിനെക്കുറിച്ചൊരു പുതിയ കവിത എഴുതിയിട്ടുണ്ട്. ചെറിയൊരു കവിതയാണ്. എടുക്കാൻ കുറച്ച് സമയമാവും, പക്ഷെ കവിത ചെറുതാണ്. വിറ എന്നാണ് കവിതയുടെ പേര്. വിറ. ഒറ്റ വരിയേ ഉള്ളൂ. എൻ്റെ മിക്കവാറും കവിതകൾ ഒറ്റ വരിയാണ്.
മഴയത്ത് തണുത്തു വിറയ്ക്കുന്ന പശുക്കുട്ടിയുടെ അമറൽ കേട്ട് വിറകൊള്ളുന്നു വാതിൽപ്പടിയിൽ വെച്ച തുകൽ ചെരിപ്പ്. മഴയത്ത് തണുത്തു വിറയ്ക്കുന്ന പശുക്കുട്ടിയുടെ അമറൽ കേട്ട് വിറകൊള്ളുന്നു വാതിൽപ്പടിയിൽ വെച്ച തുകൽ ചെരിപ്പ്. പിടികിട്ടിയോ? പിടികിട്ടിയോ? തുകൽ ചെരുപ്പ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? മൃഗങ്ങളുടെ തോലുകൊണ്ടാണ്. ഒരു പശുക്കുട്ടി മഴയത്ത് ഇങ്ങനെ വിറങ്ങലിച്ച് നിലവിളിക്കുന്നു. അപ്പോൾ ഈ ചെരുപ്പിനുള്ളിലൊരു വിറയുണ്ടായി. മനസ്സിലായോ? പശുവിനെ വെച്ച് ഇങ്ങനെ എഴുതാം. എനിക്ക് പശുവിനെ വെച്ച് ഇങ്ങനെ എഴുതാം അല്ലേ? മാഷിൻ്റെ കവിതകളിൽ വായിച്ചതിൽ എനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ളൊരു കാര്യം അപാരമായ നിരീക്ഷണ പാടവമാണ്. അപാരമായ നിരീക്ഷണ പാടവം ഉണ്ടാകുമ്പോഴാണ് കവി നിലനിൽക്കുന്നത്. കാരണം പലപ്പോഴും കവികൾ പറയുന്ന പോലെ ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞാൽ താഴെ വീഴുന്നത് ഏതെങ്കിലും കവിയുടെ മുകളിലേക്കായിരിക്കും എന്ന് പറയുന്ന പോലെ, പ്രത്യേകിച്ചും മാഷ് പറഞ്ഞ പോലെ കോവിഡിന് ശേഷമൊക്കെ ഒരുപാട് ആളുകൾ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അത്രയധികം കവികൾ ഉണ്ടാകുന്നൊരു കാലഘട്ടത്തിൽ ഒരു കവിക്ക് നിലനിൽക്കണമെങ്കിൽ ആ കവിയുടെ കവിതകൾ അത്രത്തോളം വ്യത്യസ്തമായിരിക്കണം. മാഷ് മേഘങ്ങളെക്കുറിച്ച് കൂണുകളെക്കുറിച്ച് ഒരു കവിത എഴുതിയിട്ടുണ്ട്. മേഘങ്ങൾ പരസ്പരം ചുംബിച്ച വെളിച്ചത്തിൽ പേടി മറന്നു പെറ്റതാവണം ഭൂമി ഈ വെളുത്ത കുഞ്ഞുങ്ങളെ. നമ്മളൊക്കെ കൂണുകളെ കാണാറുണ്ട്. കൂണുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ജനിക്കുന്നത് എന്ന് ഒക്കെ നമുക്കറിയാം. പക്ഷേ അതിനെ ഇങ്ങനെയാണ് ഒരു കവിയുടെ നിരീക്ഷണത്തിൽ ഇത്തരത്തിൽ ഉപമകളും അലങ്കാരങ്ങളുമൊക്കെ ഉപയോഗിച്ച് ഭംഗിയിൽ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് മാഷിൻ്റെ കവിതകളിലൂടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ മുൾവേലി പൂത്തു അതിർത്തികൾക്കു മീതെ അതിർത്തികൾക്കപ്പുറം നാം അതിർത്തിയെക്കുറിച്ച് നാം വെച്ച ഒച്ചകൾക്കു മീതെ എന്ന് പറഞ്ഞ് മുൾവേലി പൂത്തു എന്ന് പറയാൻ ധൈര്യപ്പെട്ടിട്ടുള്ളൊരു കവിയാണ്. മുൾവേലിയെ നമുക്കറിയാം. മുൾവേലി എപ്പോഴാണ് പൂക്കുന്നത്? മുൾവേലിയും പൂക്കുന്ന പ്രതീക്ഷകൾ ഉണ്ടാകുന്നു എന്നിടത്താണ് മാഷിൻ്റെ കവിതകൾ കൂടുതൽ സാന്ദ്രമാകുന്നത്. അങ്ങനെയുള്ള നിരീക്ഷണങ്ങൾ മലയാളത്തിന് മുമ്പ് ആരും എഴുതി കാണാത്ത സാഹചര്യത്തിലാണ് മാഷിൻ്റെ കവിതകൾ വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ലളിതവും സുന്ദരവുമായ ഭാവനയും ഒക്കെ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു മാഷിൻ്റെ കവിതകൾ എന്നുള്ളതാണ്. മലയാളം അധ്യാപകനായിരിക്കെ സംസ്കൃതം പഠിച്ചിട്ടുണ്ടാകും. മലയാളത്തിലെ മുൻകഴിഞ്ഞു പോയ കാലത്തുണ്ടായിരുന്ന പദ്യകവിതകളും മറ്റെല്ലാം വായിച്ചും പഠിച്ചും ഒക്കെ ആയിരിക്കും മാഷ് ആ ഒരു നിലയിൽ എത്തിയിട്ടുണ്ടാവുക. എന്നിട്ട് പോലും പുതിയൊരു വഴി വെട്ടിത്തെളിച്ച് ലളിതമായ എന്നാൽ അതിൽ ഉപമയും അലങ്കാരവും കവിതയുടെ എല്ലാ ഗുണങ്ങളും സമ്മേളിച്ച രീതിയിൽ എഴുതി ശീലിച്ചു. ആ രീതിയിലാണ് ഇത്രയും കാലം കവിതയുമായി മാഷ് മുന്നോട്ട് നീങ്ങുന്നത്. പലപ്പോഴും മാഷ് പറയുന്ന കാര്യം മാഷോട് ചിലപ്പോൾ ആവശ്യപ്പെട്ടിട്ടും വർഷങ്ങൾക്ക് മുമ്പും ഇപ്പോഴും ചിലപ്പോൾ മാഷ് അതിനെക്കുറിച്ച് അതേ കാര്യമാണ് പറയാറുള്ളത്. മീം കവിയരങ്ങിൽ മാഷ് പലപ്പോഴും പങ്കെടുത്തിട്ടുണ്ട്. പ്രവാചകരെ കുറിച്ച് എഴുതാൻ മാഷിന് പേടിയാണെന്ന് പറയാറുണ്ട്. അനാദരവ് സംഭവിക്കുമോ എന്നുള്ള ഒരു കാഴ്ചപ്പാട് പലപ്പോഴും മാഷ് പങ്കുവെക്കുന്നത് കാണാറുണ്ട്, കേൾക്കാറുണ്ട്. എന്തൊക്കെയാണ് ആ ഒരു വിചാരത്തിൻ്റെ പശ്ചാത്തലം എന്താണ് എന്നുള്ളതാണ്. കവിത ഭാഷ ഉപയോഗിക്കുന്നൊരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കും മുറിവേൽക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ വെള്ളപ്പൊക്കത്തെക്കുറിച്ചൊരു കവിത ഉണ്ടായെന്ന് വിചാരിക്കുക. ചൂരൽമലയെക്കുറിച്ചൊരു കവിത ഉണ്ടാവുകയാണെങ്കിൽ ആ സംഭവം നമ്മളിൽ ഉണ്ടാക്കിയ ഒരു ഭയങ്കരമായ അനുഭവത്തെക്കാൾ വലിയ അനുഭവമായിട്ട് ഈ കവിത ഉണ്ടാക്കാൻ പറ്റണം. ഇല്ലെങ്കിലോ അതൊരു പത്ര റിപ്പോർട്ടിനേക്കാളും താഴെയുള്ള കവിതയായിരിക്കും. എന്നുവെച്ചാൽ അനുഭവത്തോട് സത്യസന്ധത കാണിക്കണം. ആരെക്കുറിച്ചാണോ നമ്മൾ എഴുതുന്നത് അവരോട് സത്യസന്ധത കാണിക്കണം. ആ അർത്ഥത്തിലാണ് ഞാൻ പ്രവാചകരെക്കുറിച്ച് എഴുതുമ്പോൾ എനിക്കതിന് സാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കുഞ്ഞളുക്കിൽ ചെറിയ രത്നമേ കൊള്ളൂ എന്നുള്ള ഒരു ഭയം അല്ലെങ്കിൽ ഒരു വിറയൽ എനിക്ക് ഉണ്ടാവുന്നത്. അതേ സ്ഥാനത്ത്
നേരത്തെ പറഞ്ഞല്ലോ സൂക്ഷ്മ നിരീക്ഷണം, അത് എനിക്ക് കൗതുകമുള്ളൊരു വിഷയമാണ്. നമ്മൾ ഈ പണ്ടൊക്കെ ഈ കത്തിയൊക്കെ അണക്കിയല്ലേ, എങ്ങനെ അണക്കിയ, കല്ലിൻ്റെ മുകളിൽ വരച്ചിട്ട് അണക്കിയ. അപ്പോൾ ചെറിയ തീ പാറില്ലേ, ഇങ്ങനെ തീ പാറില്ലേ, കണ്ടിട്ടില്ലേ? ചെറിയൊരു മിന്നൽ ഇങ്ങനെ പാറുമല്ലോ. ഇതൊരു ദൃശ്യം കണ്ടപ്പോൾ ഞാൻ എഴുതിയൊരു കവിതയുണ്ട്, പറയട്ടെ. മേഘസന്ദേശം എന്നാണ് കവിതയുടെ പേര്. എന്താണ്? മേഘസന്ദേശം. ശരിക്കുള്ള മേഘസന്ദേശം ആരാ എഴുതിയത്? കാളിദാസൻ. ഞാനും എഴുതിയിട്ടുണ്ടൊരു മേഘസന്ദേശം. ഉള്ളറിയാൻ ഉരച്ചു നോക്കിയതാണ് കല്ലിനെ, ഉള്ളറിയാൻ ഉരച്ചു നോക്കിയതാണ് കല്ലിനെ, അകത്ത് മേഘമയച്ച മിന്നലുകളുടെ രഹസ്യശേഖരം കണ്ട് കണ്ണഞ്ചി. അകത്ത് മേഘമയച്ച മിന്നലുകളുടെ രഹസ്യശേഖരം കണ്ട് കണ്ണഞ്ചി. മേഘം സന്ദേശമായി അയച്ച മിന്നലുകൾ ഈ കല്ലിൻ്റെ ഹൃദയത്തിൽ അത് രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാനത് വരച്ചപ്പോഴാണ് കണ്ടത്. മനസ്സിലായോ? വരച്ചപ്പോഴാണ് കണ്ടത്. പ്രണയലേഖനങ്ങളാണ്. മേഘം കല്ലിനൊക്കെ ആരെങ്കിലും പ്രണയലേഖനം അയക്കുമെന്നാണ് നമ്മളൊക്കെ ഒരു ചോദ്യം, അല്ലേ? അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കല്ലിൻ്റെ ഉള്ളിലും പ്രണയലേഖനമുണ്ട്. അത് മേഘം അയച്ചതാണ്. നിങ്ങളത് വരച്ചു നോക്കിയാൽ കാണാം. നിങ്ങളത് കല്ലുമ്പിൽ വരച്ചു നോക്കിയാൽ കാണാം. ഇത് എനിക്ക് കിട്ടുന്നൊരു നിരീക്ഷണം. ഇങ്ങനെ ഓരോ വസ്തുവിനെയും കാണുമ്പോഴൊക്കെയാണ് നമുക്കിങ്ങനെ ഒരു സാധനം കിട്ടുക. അത് വെച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞില്ലേ, ഒരു കാര്യം പറഞ്ഞല്ലോ, അതിനോട് ചേർത്ത് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ആദ്യത്തെ കവിത എഴുതുമ്പോൾ എന്തൊരു വിറയലാണോ അനുഭവിച്ചത്, അതേ വിറയൽ അവസാനത്തെ കവിത എഴുതുമ്പോഴും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ഒരു കവിത എഴുത്തിൽ കുറച്ചൊക്കെ അയത്നമായിട്ട് എഴുതാൻ പറ്റും, കുറേയൊക്കെ എഴുതിയതുകൊണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു കവിത എഴുതുമ്പോൾ, ആദ്യത്തെ കവിത എഴുതുമ്പോൾ ഉണ്ട് അതേ സംഭ്രമവും അതേ ബേജാറും ഇപ്പോഴും ഉണ്ട്. അതിപ്പോൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഉമ്മ ആദ്യത്തെ പ്രസവത്തിനും 6ാമത്തെ പ്രസവത്തിനും ഒരേ സംഭ്രമം തന്നെയാണ് അനുഭവിക്കുക. 6 ഉമ്മയ്ക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഇല്ല, അതിൻ്റെതായ വേദന തുല്യമാണ്. പിന്നെ എഴുതിയാൽ ഞാൻ അതുപോലെ പ്രസിദ്ധീകരിക്കില്ല. അത് വെച്ചിരുന്ന് അതിന് കുറേ ഈ വർക്കൊക്കെ ചെയ്ത് അങ്ങനെ വാക്കൊക്കെ അങ്ങോട്ട് കൊണ്ടൊക്കെ മാറ്റി അങ്ങനെയൊക്കെയാണ് കവിത എഴുതുന്നത്. ഞാൻ യുദ്ധത്തെക്കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. യുദ്ധത്തെക്കുറിച്ച് എഴുതിയൊരു കവിത, വാർ ഗെയിം എന്നാണ്. അല്ല, അത് വേണ്ട, അത് മാതൃഭൂമിയിൽ വന്നതാണ്. വേറൊരു കവിത വായിക്കാം. അപ്പം മാധ്യമം വാർഷിക പതിപ്പിൽ വരാൻ പോകുന്നൊരു കവിതയാണ്, ഞാൻ വായിക്കാം. യുദ്ധം തുടങ്ങുമ്പോൾ നീണ്ട കാലത്തെ മുന്നറിയിപ്പോടെ തുടങ്ങരുത് ഒരു യുദ്ധവും. നീണ്ട കാലത്തെ മുന്നറിയിപ്പോടെ തുടങ്ങരുത് ഒരു യുദ്ധവും. നിമിഷങ്ങൾ കൊണ്ട് നിങ്ങൾ ആ നഗരം ചാമ്പലാക്കും എന്നുറപ്പ്. പിന്നെ എന്തിന് അവർ മുന്നറിയിപ്പിൻ്റെ നിമിഷം തൊട്ടേ മരിച്ചു തുടങ്ങണം? നിമിഷങ്ങൾ കൊണ്ട് നിങ്ങൾ ആ നഗരം ചാമ്പലാക്കുമെന്നുറപ്പ്. പിന്നെ എന്തിനവർ മുന്നറിയിപ്പിൻ്റെ നിമിഷം തൊട്ടേ മരിച്ചു തുടങ്ങണം? ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ ഒളിച്ചുകളിയിലെ കൂട്ടുകാരനെ കണ്ടെത്തട്ടെ. അമ്മ അയയിൽ നിന്ന് ഉണക്കാനിട്ട തുണി എടുക്കുന്നത് സാവകാശം മതി. എരിവ് നെറുകയിൽ കയറിയ പെൺകുട്ടിക്ക് മതിവരുവോളം ചുമക്കേണ്ടതുണ്ട്. എരിവ് നെറുകയിൽ കയറിയ പെൺകുട്ടിക്ക് മതിവരുവോളം ചുമക്കേണ്ടതുണ്ട്. ചെറുപ്പക്കാരൻ കാലത്തുണരാനുള്ള അലാറം വെച്ച് സ്വപ്നത്തോടൊപ്പം ഉറങ്ങാൻ പോകട്ടെ. ബോംബർ വിമാനങ്ങൾക്ക് മുമ്പുള്ള തെളിഞ്ഞ ആകാശം പക്ഷികളുടെ ഉടമസ്ഥതയിൽ തന്നെ തുടരുന്നതാണ് ഭംഗി. ആർക്കും ഒരു തിരക്കുമില്ല. ഇനി എത്ര എന്നറിയാത്ത നിമിഷങ്ങളെ ലോകാവസാനത്തോളം ദൈർഘ്യമുള്ളതെന്ന് തോന്നിപ്പിച്ച് അവർ തുടരട്ടെ. ഇല്ലാതാക്കാനുള്ള നിങ്ങളുടെ ഇച്ഛയ്ക്ക് നേരെ കണ്ണിറുക്കി. ഇല്ലാതാക്കാനുള്ള നിങ്ങളുടെ ഇച്ഛയ്ക്ക് നേരെ കണ്ണിറുക്കി. അപ്പോൾ ഈ കവിതയൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് ഈ മനുഷ്യരെ കൊല്ലുന്നതിലുള്ള വേദന കൊണ്ട് എഴുതുന്നതാണ്. നിങ്ങൾ ഏതായാലും യുദ്ധം ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ പറയണ്ട, പറയാതെ കൊന്നോളൂ. പറഞ്ഞാലോ, പറഞ്ഞ നിമിഷം തൊട്ടേ ഇവർ ഭരിക്കാൻ തുടങ്ങും.
കുറച്ച് സമയമല്ലേ, നിങ്ങൾ തുടങ്ങുന്ന വരെയുള്ള സമയം അവർ ജീവിച്ചോട്ടെ എന്ന് പറയാം. അത്ര ജീവിതമേ ഉള്ളൂ മനുഷ്യന്. ഈ വേദനയിൽ നിന്നാണ് നമുക്കിങ്ങനെ പറയേണ്ടി വരുന്നത്. നെറുകയിൽ എരിവ് കയറിയ പെൺകുട്ടിക്ക് സുഖമായിട്ട് കുറച്ചു നേരം ചുമയ്ക്കാമല്ലോ. യുദ്ധവാർത്ത കേട്ട പെൺകുട്ടിക്ക് അത് ചുമയ്ക്കാൻ പറ്റുമോ? ഇല്ല, സ്വസ്ഥമായിട്ട് ചുമയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് യുദ്ധങ്ങളൊക്കെ മനുഷ്യരെ ഇങ്ങനെ അവൻ്റെ ആയുസ്സിനെ ഇത്ര ചെറുതാക്കി കളയുന്നത് എന്ന വേദനയിൽ നിന്ന് പറഞ്ഞു പോകുന്നതാണ് അത്തരം കവിതകൾ. 2-3 ചെറിയ കവിതകൾ കൂടി വായിക്കാം. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഏതൊരു കവിയുടെയും ജീവിതത്തിൽ നല്ല സാഹചര്യങ്ങളുണ്ടാകും, മോശപ്പെട്ട സാഹചര്യങ്ങളുണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടായി വന്ന കവിതകളെ കുറിച്ച് ഒന്ന് പറയുമോ? സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് എഴുതിയതും സന്തോഷപ്പെട്ടിരിക്കുന്ന സമയത്ത് എഴുതിയതും. എൻ്റെ പേര് സയ്യിദ് അസ്ഹർ ബുഖാരി. സയ്യിദ് ഞാൻ കണ്ടിട്ടില്ലേ മുമ്പ്? ഉണ്ട്, ക്യാമ്പിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. ഇതിൽ പലരെയും എനിക്ക് പരിചയമുള്ളവരാ. കവികളുടെ ഒരു മൂലധനം എന്ന് പറഞ്ഞാൽ സങ്കടമാണ് കൂടുതൽ, സന്തോഷമല്ല. സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിൽ കവിത ഉണ്ടായത് എനിക്ക് വലിയ ഓർമ്മയില്ല. വളരെ ചുരുങ്ങിയ സന്ദർഭം ഉണ്ടാവുമായിരിക്കും, വളരെ ചുരുങ്ങിയ സന്ദർഭം. പ്രണയത്തെ പോലും നമ്മൾ എഴുതുന്നത് നമുക്ക് നഷ്ടപ്പെട്ട ഒരു പ്രണയത്തിൻ്റെ വേദനയിൽ ഇരുന്നു കൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഉറപ്പ് പറയുന്നില്ല, മനസ്സിലായോ? അപ്പോൾ അതും ഒരു സങ്കടത്തിൽ നിന്നാണ് നമ്മൾ എഴുതുന്നത്, ഒരു വേദനയിൽ നിന്നാണ് നമ്മൾ എഴുതുന്നത്. വേദനയിൽ നിന്നേ കവിത വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ വെച്ചാൽ വേദനയെ പരിഹരിക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് ഈ കവിത. സന്തോഷം വരുമ്പോൾ ഞാനതിൽ സന്തോഷിക്കും, വേദന വരുമ്പം കവിത എഴുതും. മനസ്സിലായോ? അതാണ് അതിൻ്റെ ഉത്തരം. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ, വ്യത്യാസം ഉണ്ടാവും. ഇനി അടുത്ത ചോദ്യം ചോദിച്ചോളൂ. ഞാൻ ദൈവം എന്ന പേരിൽ കുറേ കവിത എഴുതിയിട്ടുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള കവിതകളല്ല, പക്ഷെ ദൈവം, എനിക്കൊരു ദൈവമുണ്ട്, നിങ്ങൾക്കൊക്കെ ഉള്ളൂ, നമുക്കെല്ലാവരും ഒരു ദൈവമേ ഉള്ളൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു ദൈവത്തെക്കുറിച്ച് എനിക്ക് പരിഭവിക്കാനും സങ്കടം പറയാനൊക്കെ ഞാൻ കവിത ഉപയോഗിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ പ്രശംസിക്കാനും ഉപയോഗിക്കും, പലതരത്തിൽ. ഒരുപാട് കവിതയിൽ അത് വരുന്നുണ്ട്. ഒരു കവിതയുണ്ട്, എന്നും ഒരേ അളവിൽ കണ്ണീരിൽ ഉപ്പ് ചേർക്കുന്ന ദൈവത്തിൻ്റെ കൈപുണ്യം അതിശയം തന്നെ. മനസ്സിലായോ? നിങ്ങൾ പാചകം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരുപോലെ അളവിൽ ഉപ്പ് ചേർക്കാൻ പറ്റുമോ? ആർക്കും സാധ്യത മനസ്സിൽ. പക്ഷെ കണ്ണീരൊന്ന് രുചിച്ച് നോക്ക്, എല്ലാവരുടെ കണ്ണീരും രുചിച്ച് നോക്ക്. എല്ലാ ദിവസവും കണ്ണീരിൽ ഒരേ അളവിൽ ഉപ്പ് ചേർക്കുന്ന കൈപുണ്യം എന്നാണ്. ദേഷ്യം തോന്നണ്ട കേട്ടോ. വേറൊരു കവിതയുണ്ട്, ഫയർ സർവീസ് എന്നാണ് കവിതയുടെ പേരെന്താണ്? ഫയർ സർവീസ്. ഇവിടെ ചോദിച്ചിട്ട് ചോദിക്കാം, ഒരു മിനിറ്റ്. ഫയർ സർവീസ്. കണ്ണുകളെ ജലസംഭരണിയാക്കി വെച്ചത് നന്നായി, കണ്ണുകളെ ജലസംഭരണിയാക്കി വെച്ചത് നന്നായി. നെഞ്ചിൽ തീയുള്ള നിനക്ക് അത് ഉപകരിച്ചേക്കും, നെഞ്ചിൽ തീയുള്ള നിനക്ക് അത് ഉപകരിച്ചേക്കും. പടച്ചോൻ ഇതാണ്, ഇവിടെയാണ് ജലസംഭരണി, ഇവിടെയാണ് തീയുള്ളത്. അപ്പം ഫയർ സർവീസ് സുഖമാണ്, വെള്ളം ഇങ്ങോട്ട് എത്താൻ സുഖമാണ്, അല്ലേ? ചോദിച്ചോ. സാറുടെ വളരെ ദീർഘമേറിയ കവിതകളാണ് വായിക്കാറുള്ളത്. അതെ. അപ്പോൾ ഈ ഹൈക്കു കവിതയിലേക്ക് സാറ് വല്ലാതെ എഴുതാറില്ല ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്താണ് സാറ് ഹൈക്കുവിലേക്ക് ഇറങ്ങി ചെല്ലാത്തതെന്നും? ഹൈക്കു കവിത ജാപ്പനീസ് കാവ്യ രീതിയിൽ എഴുതപ്പെടുന്ന കവിതയാണ്. ഹൈക്കു ഒരു 16-ാം നൂറ്റാണ്ട് മുതൽ, അതെ 16-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ജപ്പാൻ ഭാഷയിൽ ഹൈക്കു കവിതകൾ പ്രബലമാണ്. ഒരുപാട് തോബിയാഷ ഈസ, മുറഗാമി, ഇന്നത്തെ മുറഗാമി അല്ല, വേറെ മുറഗാമി, ഭാഷോയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കവി. അപ്പോൾ അതൊക്കെ ഒരു സ്ട്രക്ചറുണ്ട്, 3 വരിയായ പാടുള്ളൂ. അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട് ഹൈക്കു കവിതയ്ക്ക്.
അത് അതീവ ലളിതമായിരിക്കണം. ഹൈക്കു കവിത അതീവ ലളിതമായിരിക്കണം. അത്രയും ലൈറ്റ്നെസ്സിൽ അവർക്ക് എഴുതാൻ പറ്റുന്നത് അവർ ഈ സെൻ ഗുരുക്കന്മാരാണ് അത് എഴുതിയിട്ടുള്ളത്. സെൻ ഗുരുക്കന്മാർ, ഈ സെൻ ഗുരുക്കന്മാരുടെ ജീവിതവും അത്ര ലൈറ്റാണ്, വളരെ ലൈറ്റാണ് അവരുടെ ജീവിതം. ഏറ്റവും ഭാരക്കുറവോടെ ജീവിക്കുന്നവരാണ് ആര്? സെൻ ഗുരുക്കന്മാർ. അപ്പം അവരുടെ ചിന്തയും അങ്ങനെ ലൈറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന കവിതയും വളരെ 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 ഭാരം കുറഞ്ഞ കവിതയായിരിക്കും. ഞാനൊക്കെ വളരെ ഭാരത്തോടെ ജീവിക്കുന്നൊരു മനുഷ്യനാണ്, ഒരുപാട് ഭാരങ്ങൾ വഹിക്കുന്ന ഒരാളാണ്. അത്രയും ലൈറ്റാവാനുള്ള ശേഷി എനിക്കില്ല. അതുകൊണ്ടായിരിക്കണം ഞാൻ എഴുതാൻ ശ്രമിച്ചാലും കുറച്ചുണ്ടാവും, ഒരു 5-10 കവിതയൊക്കെ ഞാനും ഹൈക്കു എഴുതിയിട്ടുണ്ടാവും. ഈ പുസ്തകത്തിൽ വരാൻ പോകുന്ന പുസ്തകത്തിൽ കുറച്ച് മട്ടിലുള്ള കവിത ഉണ്ട്. പക്ഷേ എന്നാലും ഹൈക്കുവിൻ്റെ ശരിക്കുള്ള ഒരു രീതി ആണെന്ന് പറയാൻ വയ്യ. ഏത് മുറിവും ഒരിക്കൽ കൂടിച്ചേരാമെന്ന വാഗ്ദാനം ഈ സൂചിയും നൂലും. ഏത് മുറിവും ഒരിക്കൽ കൂടിച്ചേരാം എന്ന വാഗ്ദാനം ഈ സൂചിയും നൂലും. അതൊരു ഹൈക്കുവാണ്, ഹൈക്കു സ്ട്രക്ചറാണ്. ഇതാണ് ഹൈക്കു. പക്ഷെ അത് അങ്ങനെ കുറച്ച് കവിത ഞാൻ എഴുതിയിട്ടുള്ളൂ, 3 വരിയിൽ. വേറൊരു കവിത, വിവാഹ പിറ്റേന്ന് നിന്നെ കണ്ടവർക്കെല്ലാം കള്ളനോട്ടവും മുനവച്ച വാക്കും. വിവാഹ പിറ്റേന്ന് നിന്നെ കണ്ടവർക്കെല്ലാം കള്ളനോട്ടവും മുനവച്ച വാക്കും. ഹൈക്കുവാണ്, മനസ്സിലായോ? അങ്ങനെ കുറച്ച് കവിതകളുണ്ട് ഹൈക്കുവായിട്ട്. ഇപ്പോഴൊന്നും പറയുന്നില്ല. ചോദിച്ചോളൂ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ. നമ്മുടെ സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഒരു ചോദ്യം കൂടി മാത്രം, ഒരാൾക്ക് മാത്രം അവസരം, അത് കഴിഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ സാറിൻ്റെ ജീവിതത്തിലേക്ക് എപ്പോഴാണ് കവിത കയറുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് സാറിന് കവിതയോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയത്? സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ ഉണ്ട്. എഴുത്തുമുണ്ട്. 8ാം ക്ലാസ് പഠിക്കുന്ന കവിതയൊക്കെ അന്ന് പ്രസിദ്ധീകരിച്ച് വന്ന് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. 8ാം ക്ലാസ് പഠിക്കുമ്പോൾ എഴുതിയത്. പക്ഷെ അന്നൊന്നും ഞാൻ നല്ല കവിതയല്ല എഴുതുന്നത്. നല്ല മീൻസ് എൻ്റെതായ കവിതയല്ല എഴുതുന്നത്, വേറെ പലരും എഴുതിയവരുടെ രീതിയിലാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു 35 വയസ്സൊക്കെ ആയതിനു ശേഷം ഞാൻ കവിത എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത്. അങ്ങനെ അത്യാവശ്യം എഴുതാം എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായി തുടങ്ങിയത്. ഏതായാലും വളരെ സന്തോഷം. മൈദിൻ അക്കാഡമിയുടെ ഈ ഒരു കൂടിച്ചേരൽ വളരെ രസകരമായി. നിങ്ങളുടെ ഈ വളരെ ശ്രദ്ധയോടുകൂടി ഇരിപ്പ് കൊണ്ടാണ് ഞാൻ ഇത്രയും പറയാനും കവിത ചൊല്ലാനും കാരണം. 2-3 ചെറിയ കവിതകൾ ചൊല്ലിയിട്ട് ഞാൻ അവസാനിപ്പിക്കാം. പുതിയ കവിതയാണ്, ആരോടും എവിടെയും പ്രസിദ്ധീകരിക്കാത്ത കവിതയാണ്. ഒന്ന് പ്രസിദ്ധീകരിച്ചതാണ്. നീ അടുത്തുള്ളപ്പോൾ നീരാവിയാകുന്ന വെള്ളമാണ് ഞാൻ. നീ അടുത്തുള്ളപ്പോൾ നീരാവിയാകുന്ന വെള്ളമാണ് ഞാൻ. നീ പോയി കഴിയുമ്പോൾ മഞ്ഞുകട്ടയായി ഉറയുന്ന അതേ വെള്ളം. മഞ്ഞുകട്ടയായി ഉറയുന്ന അതേ വെള്ളം. നീ അടുത്തുള്ളപ്പോൾ നീരാവിയാകുന്ന വെള്ളമാണ് ഞാൻ. നീ പോയി കഴിയുമ്പോഴോ മഞ്ഞുകട്ടയായി ഉറയുന്ന അതേ വെള്ളം. ഇനി പ്രസിദ്ധീകരിക്കാത്തൊരു കവിത, തികയാതെ. നീയും ഞാനും മാത്രമാകുമ്പോൾ 2 എന്ന അക്കം പോലും എത്ര അധികമെന്ന് തോന്നും. നീയും ഞാനും മാത്രമാകുമ്പോൾ 2 എന്ന അക്കം പോലും എത്ര അധികം എന്ന് തോന്നും. 3 തീരെ വേണ്ടെന്നും. എന്നാൽ എന്നോട് എത്ര സ്നേഹമെന്ന് നീ ചോദിക്കുമ്പോൾ അക്കങ്ങളുടെ അനന്തതയത്രയും എനിക്ക് തികയാതെ വരുന്നു. എന്നോട് കേട്ടുള്ളൂ. നീയും ഞാനും മാത്രമാകുമ്പോൾ 2 എന്ന അക്കം പോലും എത്ര അധികം എന്ന് തോന്നും. 3 തീരെ വേണ്ടെന്നും. എന്നാൽ എന്നോട് എത്ര സ്നേഹമെന്ന് നീ ചോദിക്കുമ്പോൾ അക്കങ്ങളുടെ അനന്തതയത്രയും എനിക്ക് തികയാതെ വരുന്നു. അല്ലേ? അങ്ങനല്ലേ? എത്രയെന്ന് പറഞ്ഞ് പറയാൻ പറ്റുമോ നമുക്ക്? ഏതായാലും വളരെ സന്തോഷം. ഈ സെഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാലും കുറച്ച് കവിതകൾ ചൊല്ലാൻ കഴിഞ്ഞു. കവിത നന്നായിട്ട് വായിക്കുക, ധാരാളം കവിതകൾ വായിക്കുക, എഴുതണം തോന്നുമ്പോൾ എഴുതുക, സുഹൃത്തുക്കൾക്കെല്ലാം കാണിക്കുക, എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ മിനുക്കി നന്നായിക്കൊണ്ടേയിരിക്കണം. ധാരാളം പ്രസിദ്ധീകരിക്കാൻ സൗകര്യപ്പെടുന്നുണ്ട് നമുക്ക്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് നാസിമുദ്ദീനാണ് റിസാലയിൽ ആ പേജ് ചെയ്യുന്നത്. ഒരുപാട് പുതിയ കവികളെ മുന്നോട്ട് കൊണ്ടുവരാൻ അത്തരം പംക്തികൾ ഉണ്ട്, മാസികകളുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം, അതിലൂടെയൊക്കെ എഴുതി
നാളത്തെ വലിയൊരു അത് കവിതയിലൂടെ ഒരു സമൂഹം സംസാരിക്കുകയാണ്. ഒരു സമുദായം അവരുടെ നിശബ്ദത മുഴുവൻ നാവിലൂടെ പ്രകാശിപ്പിക്കുന്ന ഒരു കാലം വരും. ആ കാലം നല്ല കാലമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു കാവ്യജീവിതം ആശംസിക്കുന്നു. വളരെയധികം കൃതജ്ഞതകൾ, അഗൈതവമായ നന്ദി. ഇത്രയും നേരം ഈ ഒരു പരിപാടിയിൽ മാദിൻ അക്കാദമി സംഘടിപ്പിച്ച ഐക്കണിൽ മാഷ് എളിയ ക്ഷണം സ്വീകരിച്ച് സംബന്ധിക്കാൻ എത്തിയതിൽ, ഒരുപാട് കവിതകൾ ചൊല്ലിയതിൽ, കവിതകളെക്കുറിച്ച്, കവിതയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച്, എഴുത്തിനും കഴുത്തിനുമിടയിലുള്ള കാവ്യജീവിതത്തെക്കുറിച്ച് വളരെയധികമായി സംസാരിച്ചതിൽ ഏറെ സന്തോഷം, കൃതജ്ഞതകൾ. മാഷിന് ഇനിയും ഒരുപാട് കവിതകൾ എഴുതി മലയാള സാഹിത്യ ലോകത്ത് ഇനിയും ഒരുപാട് വിപ്ലവങ്ങൾ, മുന്നേറ്റങ്ങൾ, ചരിത്രങ്ങൾ തീർക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥന, ആശംസയായി അറിയിക്കുന്നു.